ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന്റെ സംശയം, ഈ നമസ്കാരത്തിൽ നമ്മൾ അവയവങ്ങൾ സുജൂദിൽ വെക്കുമ്പോൾ അത് നെറ്റി മറഞ്ഞു പോയാൽ, തുണി കൊണ്ടങ്ങനെ മുടി കൊണ്ട് മറഞ്ഞു പോയാൽ അത് ശരിയാകുമോ? അത് മറ്റൊന്ന്, ഈ ഇവിടെ നമ്മൾ ഗൾഫിലൊക്കെ നിസ്കരിക്കുമ്പോൾ കൂടെ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇമാമിങ്ങളൊക്കെ മിക്കവാറും ഒക്കെ എല്ലാം മറച്ചു വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ അത് ശരിയാവോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നെറ്റി പൂർണ്ണമായി മറിഞ്ഞാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് സുജൂദ് സഹിയാവുന്നതല്ല. സുജൂദ് സഹിയാകാതിരുന്നാൽ നിസ്കാരവും സഹിയാവുന്നതല്ല. അത് ഷാഫി മദ്ഹബിന്റെ ഹുക്കുമാണ്. മറ്റ് മദ്ഹബുകൾക്ക് അവരുടേതായ ഹുക്കും അനുസരിച്ച് അങ്ങനെ ഒരു ഷർത്തില്ല. മറ്റുള്ളവരുടെ നിസ്കാരം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഷാഫി മദ്ഹബുകാരാ. ഷാഫി മദ്ഹബ് അനുസരിച്ച് നെറ്റിയുടെ കുറഞ്ഞ ഭാഗമെങ്കിലും മറയില്ലാതെ നിലത്ത് പറ്റിയെങ്കിലേ സുജൂദ് സഹിയാവും. പൂർണ്ണമായി നെറ്റി മറഞ്ഞിട്ടുണ്ട്, മറയില്ലാതെ തീരെ നെറ്റി നിലത്ത് പറ്റിയിട്ടില്ലെങ്കിൽ ആ സുജൂദ് സഹിഹല്ല. സുജൂദ് സഹിയല്ലാതെ വന്നാൽ നിസ്കാരവും സഹിയല്ല. ഇത് ഷാഫി മദ്ഹബിന്റെ അഭിപ്രായമാണ്. നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്. മറ്റു മദ്ഹബുകാർക്ക് ആ അഭിപ്രായം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നമ്മളിപ്പോ അഭിപ്രായം പറയാൻ പോവും വേണ്ട. മറ്റു മദ്ഹബുകളിലൊക്കെ മറയില്ലാതെ നെറ്റിത്തടം വെക്കൽ സുന്നത്തേയുള്ളൂ, ഷർത്തില്ല. പക്ഷെ അവരോട് തുറന്ന് നിസ്കരിച്ചാൽ നമസ്കാരം ശരിയാകുമല്ലോ. ഇതൊക്കെ എത്രായിരം പ്രാവശ്യം പറഞ്ഞതാ ഹബീബന്മാരെ. പറഞ്ഞ് ഒരു വിഷയം തന്നെ കുറേ പ്രാവശ്യം പറയുമ്പോൾ ഒരു മടുപ്പ് വരലുണ്ട്. അതാണ് ഞാൻ ഒരൊറ്റ വാക്ക് മൊത്തം പറഞ്ഞുതരാം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായാൽ അയാളോട് തുടരാൻ പാടില്ല. തുടർന്നാൽ നമ്മുടെ നിസ്കാരം സഹിയാവുകയില്ല. ഒന്നുകൂടി പറയാം. ഷാഫി മദ്ഹബുകാരാണല്ലോ നമ്മള്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാകുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഇമാമിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ആ ഇമാമിനെ തുടരാൻ പാടില്ല. അങ്ങനെ തുടർന്നാൽ നമ്മുടെ നിസ്കാരം സഹിയാവുകയില്ല. ഓക്കെ, അതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്റ്റീരിയോമിക്സ് സ്റ്റീരിയോമിക്സ് മാറ്റാൻ വേണ്ടിയെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് പിന്നെ ഒരാളാണ്. പക്ഷെ കാര്യമായിട്ട് ഇപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാനില്ല. ഒരാള് ചോദ്യം ചോദിക്കാനുണ്ട്. നേരത്തെ ദിവസം എന്റെ ക്ലാസ്സിന്റെ അടക്കാൻ വരുന്ന ഒരു ഇതാവെല്ലാം എഴുതിയിട്ടാണ്. അതിപ്പോ ഒരു ബന്ധുവാണ്. പിന്നെല്ലാം നമ്മളെ നാട്ടിലൊരു എല്ലാ സ്ഥാപനത്തിനും അവന്റെ സഹായങ്ങൾ കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ തിരക്കേടില്ലായിരുന്നു. അതിപ്പോ ഒരു ഫലസ്തീനി മാനേജറായിട്ട് വന്നിട്ട് എല്ലാവർക്കും 4 ആളെ പറഞ്ഞു വിട്ടു. ഇവനെങ്ങനെ പലതുമായിട്ടും ബുദ്ധിമുട്ടിക്കുന്നു എല്ലാവിധമല്ല. അപ്പൊ ഇപ്പൊ അവനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഓന് പർച്ചേസ് ചെയ്യുന്ന, അപ്പൊ അതിന്റെ കുറെ അവരോട് എല്ലാം പൈസ വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാധാരണ ആഴ്ചക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഓൻ അത് കൊടുക്കുന്നില്ല. മൊത്തത്തിൽ വല്ലാതെ ഇടങ്ങാറാക്കിയിട്ട് ഓനെ പറഞ്ഞുവിടാനുള്ള എല്ലാം പല രീതിയിലാണ് ഭയങ്കര ബുദ്ധിമുട്ടില്ല. അപ്പൊ അതൊന്ന് കാര്യമായിട്ട് ഇതിന് ശേഷം ദുആ ചെയ്യണം. പിന്നെ വേറെ മെയ്യത്ത് നിസ്കാരം പല മെയിലും ഗ്രൂപ്പ് മെയിലും പിന്നെ വേറെ മറ്റേ ഇതിലൊക്കെ നമ്മളെ ഓരോ ഗ്രൂപ്പിലും വരുന്ന മെയ്യത്ത് നിസ്കാരം കുറെ ആളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ഓർമ്മിച്ചിട്ട് അതല്ല. പിന്നെ ഇവിടെ ഒന്നിച്ച് നമ്മള് മെയ്യത്ത് നിസ്കാരമൊക്കെ നടത്താം. അതിപ്പോ 2 വർഷത്തോളമായിട്ട് ഇവിടെ ഫുജറയിലാണ്. അവിടെ ഒന്നും നടക്കുന്നില്ല പരിപാടികൾ. അപ്പൊ സ്വന്തമായിട്ട് നിസ്കരിക്കുന്ന വെള്ളിയാഴ്ച എല്ലാവർക്കും, എല്ലാ മോമിനികൾക്കും, നമ്മളെ ഉസ്താദ്മാർ ചീത്ത പറയാത്ത സുന്നികൾക്കും പിന്നെ വഹാബികൾ കഴിഞ്ഞ ബാക്കി എല്ലാവർക്കും കൂടി പറഞ്ഞിട്ട് അങ്ങനെ നിയത്ത് ചെയ്തിട്ട് നിസ്കരിച്ചാൽ മതിയാവോ? എല്ലാവരും പേര് നമുക്ക് അന്നേരം ഓർമ്മ പോകണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. റാഹത്തും സന്തോഷവും ഖൈറും നൽകുമാറാകട്ടെ. ഏത് ഭാഗത്തിൽ നിന്നാണോ പ്രയാസവും ഭീഷണിയും വരുന്നതെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല അത് നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും അത് നീക്കാൻ കഴിവുള്ളവനാണ്. ഹബീബിന്റെ ഹക്ക് കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ നീക്കി സബാത്തും ബറക്കത്തും ഖൈറും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഖൈറായ കാര്യത്തിനൊക്കെ സഹായിക്കുന്ന
ഖൈറായ വഴിയിലൊക്കെ സഹകരിക്കുന്ന ആ സഹോദരന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല അവന്റെ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും മഹത്വം കൊണ്ട് ബറക്കത്ത് കൊണ്ട് തട്ടിമാറ്റുമാറാകട്ടെ. ഖൈറായ ഫത്ഹ് അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാ. പിന്നെ അദ്ദേഹത്തോടും പറയാ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ. അതെല്ലാത്തിനും പരിഹാരമായിരിക്കും. സ്വലാത്ത് ഏത് സ്വലാത്ത് എന്നില്ല, നാരിയത്തു സ്വലാത്ത് ചെല്ലുക. നാരിയത്തു സ്വലാത്ത് ചെല്ലുമ്പോൾ സാധാരണ കുണ്ടൂർ ഉസ്താദ് നവറല്ലാഹു മർക്കദോ തങ്ങൾ അവർ പറയാറുണ്ട്, ബിഹിൽ ഹവായിജു എന്ന ഭാഗം എത്തുമ്പോൾ നമ്മളെ മനസ്സിൽ എന്ത് കരുതുക, എന്ത് പ്രയാസമാണെങ്കിൽ ആ പ്രയാസങ്ങൾ നീങ്ങി ഉദ്ദേശം സഫലമാകാൻ വേണ്ടിയിട്ട് മനസ്സ് കരുതിയാൽ പെട്ടെന്ന് ഉദ്ദേശം സാധിച്ചു കിട്ടുമെന്ന്. അപ്പൊ അങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ സ്വലാത്ത് ചെല്ലുക. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ സ്വലാത്തിന്റെ ആര്യത്ത് തന്നെ ചെല്ലുന്ന സമയത്ത് തുഖ്ബിൽ ഹവായിജു എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ തൻഹല്ലു ബിൽ ഉഖദു എല്ലാം കെട്ടിക്കൊടുക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അഴിഞ്ഞു പോകും എന്ന് പറയുന്നിടത്ത് ഈ കെട്ടിക്കൊടുക്ക അഴിഞ്ഞു പോകാനും ഉദ്ദേശങ്ങൾ വീടാനും മനസ്സ് കരുതുക. അങ്ങനെയാണ് സ്വലാത്ത് ചെല്ലുക. അല്ലാഹു തആല എല്ലാ തടസ്സങ്ങളും നീക്കുമാറാകട്ടെ, എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്ത് നൽകുമാറാകട്ടെ. മയ്യിത്ത് നിസ്കരിക്കുമ്പോ ഓരോ ദിവസവും വേണമെങ്കിൽ നിസ്കരിക്കാം. ഇന്നത്തെ ഒരു ദിവസത്തിൽ ലോകത്ത് മരണപ്പെട്ട മോമിനീങ്ങളിൽ നിന്നും മയ്യിത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചാൽ ലോകത്ത് മശരിഖ് മഗ്രിബ് ഇടയിൽ മോമിനീങ്ങളായ ആളുകൾ മരിച്ച് മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത എല്ലാ മോമിനീങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ച പ്രതിഫലം കിട്ടും എന്ന് ബഹുമാനപ്പെട്ട മഹല്ലിയുടെ ആശയാവുന്ന കല്ലൂബിയിൽ പറഞ്ഞിട്ടുണ്ട്. ദിവസം എന്നും മഗ്രിബ് നിസ്കരിക്കുന്ന ശേഷം ഒരു നിസ്കാരം. ഇന്നത്തെ ഈ കഴിഞ്ഞ ഒരു ദിവസം മശരിഖ് മഗ്രിബ് ഇടയിൽ മരണപ്പെട്ട മോമിനീങ്ങളിൽ നിന്നും മയ്യിത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ട എല്ലാവരുടെ പേരിലും ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കൽ നല്ലതാണ്, സുന്നത്താണ്. അങ്ങനെ നിസ്കരിച്ചാൽ ഈ മുഴുവൻ മോമിനീങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിച്ച കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ജുമാ ദിവസത്തിലോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ഒക്കെ ഈ ഒരാഴ്ച ലോകത്ത് മരണപ്പെട്ട മോമിനീങ്ങളിൽ നിന്ന് മയ്യിത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ട എല്ലാ മോമിനീങ്ങളുടെ മേലും ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി നിസ്കരിച്ചാൽ ഈ മുഴുവൻ ആളുകൾക്കും നിസ്കരിച്ച പ്രതിഫലം കിട്ടും. അങ്ങനെ സുന്നത്തുണ്ട് എന്ന് കല്ലൂബിയിൽ ബഹുമാനപ്പെട്ട ഇമാം അവർകൾ ഉണർത്തിയിട്ടും ഉണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, നേരത്തെ ഒരു ടെക്സ് അടിച്ച ആള് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിവരമില്ലാതെ അടിച്ചു പോയതാണെന്ന് സോറി പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ. അത് ഹിയയാണ്. ഉസ്താദ് നേരത്തെ ഈ തല തടവുമ്പോൾ തൊപ്പി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തലയെക്കെട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കൂടി കൈ എടുക്കാതെ തടകണം എന്ന് പറഞ്ഞു. അത് മുസ്തഅമലായിപ്പോ എന്ന് പറഞ്ഞല്ലോ സാർ. അതെനിക്ക് ഒന്ന് വിശദീകരിക്കാന്നായിരുന്നു സാറേ. അപ്പൊ ഞാൻ സാറിന് ചെയ്യല് എപ്പോഴും തലക്കെട്ട് കെട്ടിയാലെങ്കിലോ അല്പം തടകി പിന്നെ കൈ ഊരി വീണ്ടും തലന്റെ മുകളിലെ കൂടി ബാക്കി തടകലാണ് ഉണ്ടാകുന്നത്. അത് ഒന്നുകൂടി ആ സംശയം തീർക്കാനാണ് സാറേ പറഞ്ഞ ഉപകാരമായിരിക്കും. ജസാക്കുമുല്ലാഹു അഹ്സൻ ജസാ. അസ്സലാമു അലൈക്കും. നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടില്ല. എന്റെ ദേഷ്യം എന്ന് പറഞ്ഞാലേ അത് പച്ചവെള്ളത്തിന് തീ പിടിച്ചേക്കാതാ. കാണുമ്പം പറഞ്ഞാൽ കഴിഞ്ഞും ചെയ്ത് പിന്നെ ഉണ്ടാവില്ല. പക്ഷെ അത് അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. അതെല്ലാരും മനസ്സിലാക്കണം. നമ്മള് ഒരു ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ ഒരു ഖുതുബയുടെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ അതുമായിട്ട് ഷോലാകുകയല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ആയിട്ടപ്പോ ഷോലാകാൻ പാടില്ല. അത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുന്തിയ സംഗതിയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ വെള്ളിയാഴ്ച ഖുതുബ ഓതുന്നതിന്റെ സമയത്ത് സ്വലാത്തെല്ലാം പാടില്ലല്ലോ, സ്വലാത്തെല്ലാം പറയാനും പാടില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദർസിൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹൈറായ ഇബാദത്ത് അതാണ്. അതിന്റെ മേലെ ഒരു ഇബാദത്തും ഇല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരാള് പള്ളിക്കൽ കുത്തിരുന്നിട്ട് അങ്ങനെ സ്വലാത്ത് ഇല്ല. ഒരു കുട്ടി ഇപ്പുറത്ത് നിന്നിട്ട് ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാലിന ഫാലത്ത ഫാലത്തുമാ ഫാലത്തും ഫാലത്തി ഫാലത്തുമാ ഫാലത്തുന്ന ഫാലത്ത് ഫാലിന
അപ്പൊ മറ്റേ കുട്ടി വറബ വറബാ വറബു വറബത്തു വറബത്താ വറബിന വറബത്ത വറബത്തുമാ വറബത്തും വറബത്തി വറബത്തുമാ വറബത്തുന്ന. അപ്പൊ മറ്റേ കുട്ടി അക്കല അക്കല ആക്കലു അക്കലക്കത്ത് അക്കലത്ത് അക്കലത്ത് അക്കലിന. ഇവിടെ ഏതാ തോന കൂലിട്ട ഞങ്ങളെ അഭിപ്രായം? ആര് രാജ്യെ ഇപ്പോൾ അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നുണ്ട്. മറ്റു കുട്ടികൾ പറഞ്ഞ എന്താ ചെയ്യാ? ഫാല ഫാല ഫാലു എന്ന് ഒരാൾ പറയുന്നു, ഒരാൾ വറബ വറബ വറബു പറയുന്നു, മറ്റൊരാൾ അക്കല അക്കല അക്കലു പറയുന്നു. ആർക്കാ കിട്ടുക? ഉണ്ടോ? ഈ അക്കല അക്കല അക്കലു എന്ന് അറിയണവർക്കും കത്തബ കത്തബ കത്തബു എന്ന് അറിയണവർക്കും ആ തോന കൂലിട്ടുക. കാരണം എന്താ വെച്ചാൽ അത് ഇതിനെക്കാട്ടിലൊക്കെ വലിയ ദിക്റ. കാരണം ഇത് മുതഅദ്ദിയായ ദിക്റാണ്, മറ്റേ ലാസിമായ ദിക്റാണ്. അതാണ് വ്യത്യാസം. എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ സ്വലാത്തില്ലേന്റെ കൂലി അയാൾക്ക് കിട്ടുള്ളൂ. അതേ സമയത്ത് ഈ കുട്ടികൾ കിതാബോധി പഠിച്ച് അതിലൂടെ ഒരു ആലിമായാൽ ആ കുട്ടി നന്നാവുന്ന മാത്രമല്ല, ആ കുട്ടിയെ കൊണ്ട് ലോകത്ത് ലക്ഷക്കണക്കായ ആളുകൾ നന്നാകാൻ കാരണമാകും. അതിനുള്ള അടിത്തറ ഭാഗമാണ് കുട്ടികൾ ഫാല ഫാല കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അത് ദിക്റുകളിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളലായ ദിക്ർ അതാണ്. ഇമാം നബവി തങ്ങൾ പറഞ്ഞത് കാണാം. വിലയേറിയ രത്നസമാനമായ സമയങ്ങൾ ഈ ലോകത്ത് വിനിയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് ഇൽമിന് വിനിയോഗിക്കുന്ന സമയമാണ്. അത് പറയലും അത് കേൾക്കലും അത് ശ്രദ്ധിച്ചിരിക്കലും ഈ ലോകത്ത് സമയം വിനിയോഗിക്കുന്നതിൽ ഏറ്റവും അഫ്ളലായതാണ്. അതിന്റെ മേലെ ഒരു സലാത്തും ഇല്ല, ഒരു ദിക്റും ഇല്ല, ഒരു ഇസ്തിഗ്ഫാറും ഇല്ല. മനസ്സിലായില്ലേ? ഇതിനൊക്കെ സബബാണ് ഇൽമ് പറയുന്നത്. അപ്പോ സംഗതി നല്ലതാണെന്ന് അറിഞ്ഞിട്ട് അറിയില്ല, ചിലോടത്തേക്ക് ചിലത് നന്നാവൂല. മനസ്സിലായില്ല? നല്ല ഉപ്പും മുളകും കൂട്ടിയ കറി, നല്ല കറി തന്നെ, പക്ഷെ കണ്ണ് പാരാൻ പറ്റൂലല്ലോ. അത് ചോറ്റിലൊഴിച്ചിട്ട് കുഴച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിക്ക് നല്ല രസം രുചിയും കിട്ടും. കണ്ണ് കിട്ടി ഒഴിച്ചു വെക്കാൻ എന്തുണ്ടാവും? ആ കറിന്റെ മോശം കൊണ്ടല്ല, കണ്ണിൽ കറി വയ്ക്കാൻ പാടില്ല, അത് ചോറ്റിലേ കറി വയ്ക്കാൻ പാടുള്ളൂ. ഇൽമിന്റെ മജ്‌ലിസിൽ അതിനേക്കാൾ വലിയ മറ്റൊന്നില്ല. ഓക്കെ, ആളെപ്പറ്റി കുറ്റം പറഞ്ഞതല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൊത്തം എല്ലാവരെയും ഉണർത്തിയതാ. പിന്നെ ഞാലു രാജിക്കാന്റെ ഇസ്കാല്, അതായത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി മനസ്സിലാക്കുക. എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, തൊപ്പിയോ തലപ്പാവോ അല്പം ഉയർത്തിയിട്ട് കുറച്ച് ഭാഗം കൈ കൊണ്ട് തല തടകി അവിടുന്ന് കൈ പൊക്കരുത് എന്നാ പറഞ്ഞ്, കൈ ഉയർത്തരുത്. കൈ ഉയർത്തിയാൽ തലയുമായി കൊണ്ടുള്ള താല്ലുക്ക് ബന്ധം വിട്ടുകഴിഞ്ഞാൽ വെള്ളം മുസ്താമലായി കഴിയും. പിന്നെ അതുകൊണ്ട് തടകിയാൽ എണ്ണൂല. അതേ സമയത്ത് ആ കൈ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് ആ കൈ ഇങ്ങനെ തുടർന്ന് തടകിയാലോ തലയിൽ നിന്നിട്ട് വേറിട്ടിട്ടില്ലല്ലോ. അപ്പൊ അതായത് കൈ തലയിൽ നിന്ന് പൊക്കി വേറെടുത്തുകൊണ്ട് പുറത്തു തലമ്മലിന്റെ മുകളിൽ തലപ്പാവിന്റെ മേലെ കൊണ്ടുവന്ന് വെക്കരുത്. ആ വെച്ച തടകിയ ഭാഗം ബാക്കിയുള്ള ഭാഗത്തിലൂടെ എങ്ങനെ തടകി പോരുക. കൈ തലയിൽ നിന്ന് ഉയർത്തി വേർപ്പെടുത്തരുത്. ഉയർത്തി വേർപ്പെട്ടാൽ ഈ വെള്ളം മുസ്താമലായി. അതുകൊണ്ട് പിന്നെ തലപ്പാവിന്റെ മുകൾ തടകിയത് കൊണ്ട് സുന്നത്ത് കിട്ടൂല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചോദ്യം ഇവിടെ വന്ന ഉസ്താദേ, കണ്ണ് ഓപ്പറേഷൻ ചെയ്തു, കണ്ണിൽ ലെൻസ് ഫിറ്റ് ചെയ്താൽ വുളു ശരിയാവുമോ എന്ന് ഉസ്താദിനോട് ചോദിക്കാനാണ് പറഞ്ഞത്. ഞാൻ മൈക്ക് വിട്ടു. കണ്ണിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ണിൽ ലെൻസ് ഫിറ്റ് ചെയ്ത് എന്ന് അതുണ്ടായിരിക്കും, വുളു ചെയ്താൽ ശരിയാവുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്ക് വിട്ടു. ഒന്നൊക്കെ ശരിയാവും. ലെൻസ് ഫിറ്റ് ചെയ്ത് വലിയ വുളു ചെയ്യാവുന്നതിനോ കുളി ചെയ്യാവുന്നതിനോ അത് തടസ്സമല്ല. കാരണം വുളു ചെയ്യുന്ന സമയത്തും ജനാബത്ത് കുളിക്കുന്ന സമയത്തും ഒന്നും കണ്ണിന്റെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല. കണ്ണിന്റെ ഉള്ളു എന്ന് പറയുന്നത് പ്രത്യക്ഷമായ അവയവങ്ങളുടെ ഹുക്കുമിലല്ല. അതുകൊണ്ട് കണ്ണിന്റെ ഉള്ളിൽ കഴുകൽ വുളൂഇൽ സുന്നത്തുമില്ല ഫർദുമില്ല. ജനാബത്ത് കുളിയിലും തന്നെ ഫർദുമില്ല സുന്നത്തുമില്ല. അതുകൊണ്ട് അങ്ങനെ ലെൻസ് വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് വുളൂഓ കുളിയോ സഹി ആവാതിരിക്കുകയില്ല. കാരണം അതിന്റെ അടിയിൽ വെള്ളം ചേരൂല എന്നുള്ളതല്ലേ പ്രശ്നം. അതിന് അതിന്റെ ഉള്ളിൽ വെള്ളം ചേർക്കൽ ആദ്യം തന്നെ ഫർദുമില്ല സുന്നത്തുമില്ല. ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം സൂക്ഷിക്കണം, ഈ ലെൻസ് വളരെ ലോലമായതാണ്. അത് നന്നായി ചൂടായാൽ ഉരുകി ഒലിക്കാനും കണ്ണ് പൊട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. തീയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ
അതുപോലെ ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് കുറച്ചു മുമ്പ് ജിസാനില് അങ്ങനെ വലിയ സങ്കടകരമായ സംഭവം ഉണ്ടായതായിട്ട് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കീശീരിന്റെ ഓർമ്മയിലുണ്ടോ അറിഞ്ഞില്ല. ഒരു പെൺകുട്ടി വിവാഹം സൗദിയത്തായിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് ഇങ്ങനെ കണ്ണിൽ ലെൻസ് വെച്ചതായിരുന്നു. അങ്ങനെ വിവാഹത്തിന് പുതിയണ്ണൻ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇറ്റങ്ങള് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിന്ന് മുടി ചുരുളാൻ വേണ്ടിയിട്ട് ചൂടാക്കുന്ന ആ ചൂട് കണ്ണിലേക്ക് അടിച്ച് കണ്ണിലെ ലെൻസ് ഉരുകുകയും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ വിദഗ്ധരായ ഡോക്ടർമാര് മുഴുവനും പരിശോധിച്ചിട്ട് പറഞ്ഞത് ഇനി ഒരിക്കലും ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയില്ല എന്ന്. അത് സൂക്ഷിക്കണം. അതായത് കഠിനമായ ചൂട് അനുഭവിക്കാൻ സാധ്യതയുള്ള ആളുകൾ കണ്ണിൽ ലെൻസ് വെക്കാൻ പാടില്ല. അതൊരുക്കിപ്പോ അത് ആരോഗ്യപരമായ വിഷയമാണ്. വുളുവായിട്ട് അതിന് ബന്ധമില്ല. കാരണം കണ്ണിന്റെ ഉള്ളിൽ വുളുവിന്റെ സമയത്തായാലും കുളിന്റെ സമയത്തായാലും ഉള്ളു നനക്കൽ നിർബന്ധമില്ല, സുന്നത്തുമില്ല. അതുകൊണ്ട് ലെൻസ് വെച്ച് എന്നതുകൊണ്ട് വുളുവിനും കുളിക്കും കുഴപ്പമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ ചോദ്യം, ഇസ്രാക്ക് നിസ്കാരം അത് ഇസ്രാക്ക് നിസ്കാരം യുവ നിസ്കാരം അത് ഒന്ന് തന്നെയാണോ എന്നാണ് എന്റെ ചോദ്യം. ഗൾഫിലെല്ലാം പള്ളിയിൽ കാണാം ഇസ്രാക്ക് നിസ്കാരത്തിന്റെ സമയം സുബഹിസ്കാരത്തിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇസ്രാക്ക് നിസ്കാരത്തിന്റെ സമയം എഴുതിയിട്ടുണ്ട്. അത് യുവ നിസ്കാരം അത് ഒരു നിസ്കാരം അത് ഒന്ന് തന്നെയാണോ? ഇതിന്റെ ഒരു ഫോറിസ് ഒന്ന് ഉസ്താദ് പറഞ്ഞു തന്നാലും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇസ്രാക്ക് നിസ്കാരം ളുഹ തന്നെയാണ് എന്നാണ് ഫിഖ്ഹിൽ ഇമാമിങ്ങളൊക്കെ മുഅ്തമദാക്കിയത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത് ഇസ്രാക്ക് നിസ്കാരം എന്നത് ളുഹ സമയം തുടങ്ങിയ ഉടനെ നിസ്കരിക്കുന്ന ളുഹ നിസ്കാരം തന്നെയാണ്. അപ്പൊ ദുഹ നിസ്കരിക്കുന്ന എല്ലാ പുണ്യവും ഇസ്രാക്ക് നിസ്കാരത്തിന് കിട്ടും. തന്നെയല്ല വഖത്ത് കടന്ന ഉടനെ ദുഹായിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുക, ബാക്കിയുള്ള 8 റക്അത്തോ അല്ലെങ്കിൽ 10 റക്അത്തോ പിന്നെ റുബോൻ നഹാറിന്റെ സമയത്ത് നിസ്കരിച്ചാൽ രണ്ടും കിട്ടും. എന്നാൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള തസവൂഫിന് മുൻഗണന കൊടുക്കുന്ന ഇമാമിയങ്ങൾ പറഞ്ഞത് ദുഹ നിസ്കാരം വേറെ തന്നെയാണ്, ഇസ്രാക്ക് നിസ്കാരം വേറെ തന്നെയാണ്. അപ്പോ ഇസ്രാക്ക് നിസ്കാരം ളുഹ അല്ല എന്ന് വന്നാൽ അത് ആ തുടക്കം അഥവാ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നിസ്കരിച്ചെങ്കിലേ ആ സുന്നത്ത് കിട്ടുള്ളൂ. കുറച്ച് താമസിപ്പിച്ചാൽ പിന്നെ ഇസ്രാക്കിന്റെ സുന്നത്ത് കിട്ടൂല, പിന്നെ ളുഹ മാത്രമേ കിട്ടുള്ളൂ. അത് ഗസാലി ഇമാം ഉൾപ്പെടെയുള്ള തസവൂഫിന് മുൻഗണന കൊടുക്കുന്ന ഇമാമിയങ്ങൾ ഇസ്രാക്ക് വേറെ തന്നെയാണ്, ളുഹ വേറെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രാക്കിന്റെ മഹത്വം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം. ഒരാൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം ആ ഇരുന്നിടത്ത് തന്നെ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാതെയും വുദൂ മുറിയാതെയും ദിക്റിലായി ഇരിക്കുകയും സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആവുന്നത് വരെ ഇരിക്കുകയും ഉടനെ 2 റക്അത്ത് ഇസ്രാക്ക് നിസ്കരിക്കുകയും ചെയ്താൽ ഒരു ഹജ്ജും ഉംറയും ചെയ്തതിന് തുല്യമായ പ്രതിഫലം അവന് ലഭിക്കും എന്ന് ഒന്നിലധികം ഹദീസുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അപ്പോ അതിന് വെറും ഇസ്രാക്ക് മാത്രമല്ല, സുബഹി മുതൽക്ക് ഇസ്രാക്കിന്റെ സമയം വരെ ദിക്റിൽ മുഴുകുകയും ഇസ്രാക്കിന്റെ സമയം കടന്ന ഉടനെ 2 റക്അത്ത് ഇസ്രാക്ക് നിസ്കരിക്കുകയും ചെയ്താൽ ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കും. ഹക്കീം സാഹിബ്, എല്ലാരും മുതലാളിമാരല്ലല്ലോ. ഇസ്ലാം ജനകീയമാണ് എന്ന് പറയാൻ കാരണം അതാണ്. മുതലാളിമാർക്ക് മക്കത്ത് പോയി ഹജ്ജും ഉംറയും ചെയ്യാൻ കഴിയും, സാധുക്കൾക്ക് അത് കഴിയൂലല്ലോ. അപ്പൊ സാധുക്കൾക്ക് അവനാന്റെ പള്ളിക്കൽ ഇരുന്നു കൊണ്ട് എന്നും ഹജ്ജും ഉംറയുടെയും കൂലി കിട്ടണമല്ലോ എന്നതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ മുതലാളിമാരും ഇത് ചെയ്യാണെങ്കിലോന്ന് ഓർക്കും ഹജ്ജും ഉംറയും ചെയ്ത കൂലി രണ്ടും കിട്ടും. മറ്റോർക്കും സങ്കടപ്പെടാനില്ല, ഞമ്മക്ക് മക്കത്ത് പോകാനും ഹജ്ജും ഉംറയും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് സങ്കടപ്പെടണ്ട. അതിന്റെ സമയത്ത് 2 റക്അത്ത് ചെയ്താൽ ഒരു ഉംറയും ഹജ്ജും ചെയ്ത കൂലി കിട്ടുന്ന. അങ്ങനെ കൊല്ലത്തിൽ എല്ലാ ദിവസവും ചെയ്താൽ എത്ര 360 ഹജ്ജും ഉംറയും ചെയ്ത കൂലി കിട്ടും. അത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യും. അത് ളുഹയാണ് എന്ന് പറഞ്ഞാലും ആ കൂലിക്ക് കുറവൊന്നുമില്ല.
ഇസ്രാക്ക് വേറെയാണെന്ന് അറിയാനും കൂലിക്കൊന്നും കുറവില്ല. ഏതായാലും സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുക. അതിന്റെ അരേ ദിക്ർ ഖുർആനോത്തോ ദിക്റോ സലാത്തോ ഇസ്തിഗ്ഫാറോ ഒക്കെ ആയിട്ട് മുഴുകിയിരിക്കുക. അങ്ങനെ വന്നാൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടും. ദുആ വേറെയാണെന്ന് പറഞ്ഞാൽ അതോടുകൂടി തന്നെ ദുആന്റെ വഖ്തും കടക്കും, അതിൽ തർക്കാർക്കില്ല. പിന്നെ മധ്യാഹ്നം വരെ അഥവാ നട്ടുച്ച വരെയുള്ള സമയത്താണ് ദുആന്റെ സമയം. എങ്കിൽ റുബുഅൻ നഹാർ പകലിന്റെ കാൽഭാഗം കഴിയുന്ന സമയത്താണ് ഏറ്റവും അഫ്ളലായ വഖ്ത്. അടുത്തൊരു ചോദ്യം. ഈ ചോദ്യം ചോദിച്ചു എന്നോട് അത് ചോദിക്കാൻ പറഞ്ഞ നിസ്കരിക്കാൻ പോകും. പിന്നെ നിസ്കാരത്തിന്റെ നിയ്യത്തിൽ നിസ്കാരത്തിന്റെ രൂപം മനസ്സിൽ കൊണ്ടുവരണം വരാൻ മറന്നു, അല്ലെങ്കിൽ രൂപം മനസ്സിൽ വന്നില്ല തക്ബീറത്തുൽ ഇഹ്റാമിൽ, എങ്കിൽ നിസ്കാരം ശരിയാവുമോ എന്നാണ് ചോദിച്ചത്. തക്ബീറത്തുൽ ഇഹ്റാമില് നിസ്കാരത്തിന്റെ രൂപം മനസ്സിൽ കൊണ്ടുവരാൻ മറന്നു, അല്ലെങ്കിൽ രൂപം മനസ്സിൽ കൊണ്ടുവന്നില്ല, അങ്ങനെയെങ്കിൽ നിസ്കാരം ശരിയാവുമോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ എന്താ അയാളെ നിയ്യത്ത് ചെയ്ത ശരിയെ? നിസ്കാരത്തിന്റെ രൂപം മനസ്സിൽ വരാതെ എന്താ പിന്നെ അയാൾ നിയ്യത്ത് ചെയ്ത്? കാളൂട്ടാണാൻ പോവാനാ അതോ സൂക്ക് കൂടാണെന്നോ? എന്താ നിയ്യത്ത് ചെയ്ത്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ളുഹർ നിസ്കാരം എന്നതിനെ സംബന്ധിച്ച് ഒരു ചിത്രം അവന്റെ മനസ്സിലുണ്ടാവണം. അസർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുമ്പോൾ അസർ നിസ്കാരം എന്ന ഒരു ചിത്രം അവന്റെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ മഗ്രിബായാലും ഇശാ ആയാലും സുബ്ഹി ആയാലും ഇന്ന നിസ്കാരം ഫർളാക്കപ്പെട്ട ഇന്ന നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചിത്രപ്പ് ഉദാഹരണം പറയാ. കുഴിമണ്ണ ജുമാത്തള്ളി വലിയ ജുമാത്തള്ളി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സക്കൽ സൗത്തിലെ ജുമാത്തള്ളി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളെ കാരാട്ടുറമ്പിലെ ജുമാത്തള്ളി എന്ന് പറഞ്ഞു. അപ്പോ വെറും പള്ളി എന്നതിന്റെ അവസ്ഥയല്ല. കുഴിമണ്ണ പഴയ ജുമാത്തള്ളി എന്ന് പറഞ്ഞാൽ കീശേരി എനിക്കും ഒക്കെ ഇനി രണ്ടാമത് കിതാബ് ഓതേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ആ പള്ളിന്റെ രൂപം ഒരർത്ഥത്തിലല്ലെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മളെ മനസ്സിൽ രൂപപ്പെട്ടു വരും. അതേ സമയത്ത് ഞങ്ങളെ കാരാട്ടുറമ്പിലെ ജുമാത്തള്ളി എന്ന് പറഞ്ഞാൽ അപ്പൊ കീശീരിന്റെ മനസ്സിൽ അങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതില്ല. കാരണം അതിനത്രം കണ്ട് പരിചയം ഉണ്ടാവും, എനിക്ക് നല്ലോണം രൂപപ്പെട്ടു വരും. എന്നതുപോലെ ളുഹർ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഞാൻ ളുഹർ എന്ന ഫർദ് നിസ്കാരം നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ളുഹർ എന്ന നിസ്കാരത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം അവന്റെ മനസ്സിൽ വരും. അതിനായി നിയ്യത്ത് എന്ന് പറയുന്നത്. അതില്ലാതെ പിന്നെ എന്തായാലും പിന്നെ തൊള്ളയോണ്ട് ഇങ്ങനെ ഞാൻ ളുഹർ എന്ന ഫർദ് നിസ്കരിക്കുന്നു എന്ന് തൊള്ളയോണ്ട് പറഞ്ഞാൽ നിയ്യത്താവോ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കൽബിലുണ്ടാകാം. കൽബിൽ നിയ്യത്ത് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഉദാഹരണം പറയാം. ആനാണ് കിശിരിക്ക് നിസ്കരിക്കാൻ പോകാനായി കാരണം ആ കിശിരി ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കട്ടോളി. ആന എന്ന് പറഞ്ഞു. ഈ ആന എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിലൊരു രൂപം വരും. അത് ഇംഗ്ലീഷുകാരൻ എലിഫന്റ് എന്ന് പറഞ്ഞാലും അറബിക്കാരൻ ഫീൽ എന്ന് പറഞ്ഞാലും ഇനി അല്ലാത്ത മറ്റു ഭാഷക്കാര് അവരുടെ ഭാഷയിൽ പറഞ്ഞാലും സാധനമൊക്കെ ഒന്ന് തന്നെയാണല്ലോ. ഈ മനസ്സിൽ വരുന്ന എന്താ? 4 കാലും ഒരു ബാലും മുന്നിലൊരു തുമ്പിക്കൈയും ഓലക്ക പോലത്തെ 2 കൊമ്പും ഒക്കെ ഉള്ള ഒരു ജീവിന്റെ ഒരു രൂപം പേരെന്ത് പറഞ്ഞാലും വരും. ഈ പേരിലല്ല വർഷം മനസ്സിൽ രൂപപ്പെടുന്ന ഈ സാധനം ഉണ്ടല്ലോ എന്നതുപോലെയാണ് നിയ്യത്ത് എന്ന് പറയുന്നാൽ വാക്കല്ല. അത് നമ്മൾ വെറുതെ മനസ്സിലാക്കുകയാണ്. നിയ്യത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോ സുബി നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ സുബി നിസ്കാരത്തിന്റെ ഒരു ചിത്രം ഇതുപോലെ ഈ ആന എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന ചിത്രം പോലെ. ഇനി അല്ലെങ്കിൽ വേണ്ട തീ എന്ന് പറഞ്ഞു. തീ എന്ന് പറയുമ്പോ നാവിൽ ഓരോ ഭാഷക്കാരും അതിന് പ്രത്യേക വാക്കുകളാ പറയാം. ഈ പറയുന്ന സമയത്ത് ഈ എല്ലാവരുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ തീയിന്റെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള നിയ്യത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ളുഹർ എന്ന ഫർദ് നിസ്കാരം, അസ്ർ എന്ന ഫർദ് നിസ്കാരം, മഗ്രിബ് എന്ന ഫർദ് നിസ്കാരം, ഇശാ എന്ന ഫർദ് നിസ്കാരം, സുബ്ഹി എന്ന ഫർദ് നിസ്കാരം എന്ന് നാം കരുതുമ്പോൾ അതിന് വരുന്ന മനസ്സിലെ രൂപത്തിനാണ് നിയ്യത്ത് എന്ന് പറയാ. അതുണ്ടെങ്കിലേ നിയ്യത്താവുള്ളൂ. അതിപ്പോ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി ഫാത്തിഹ, സൂറത്ത്, റുക്കൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, ഇടയിലിരുത്തം, അത്തഹിയ്യാത്ത് വരെയുള്ള ഇങ്ങനെ തഫ്സീലായിട്ട് വേണം എന്നല്ല പറയുന്നത്. മറിച്ച് അതിന്റെ മുജ്മലായ
മൊത്തത്തിലുള്ള ഒരു രൂപം ഉണ്ടാവും. അത് മനസ്സിൽ വരണം. അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഉദു എടുത്തിട്ട് നന്നായിട്ട് മൂത്രമൊഴിച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കി അതിനുശേഷം സംശയമൊക്കെ തീർത്ത് വന്നിട്ട് ഉദു എടുത്തു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും മൂത്രം പോയിണോന്നൊരു സംശയം. അങ്ങനെ വന്നാല് എന്താ അപ്പൊ നിസ്കാരത്തിന് എന്താ ചെയ്യുക? ഇനി അങ്ങനെ ഫർള് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തോന്നിയാൽ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഇതേ കാര്യം ഉംറയൊക്കെ ചെയ്യുന്ന സമയത്ത് തവാഫിന്റെ ഇടയിലൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതുപോലെ സ്ത്രീകൾക്ക് പിന്നെ ഈ അസ്ഥിയുരുക്കം പോലെ വെള്ളപ്പൊക്കൾ പോലുള്ള ഈ കാര്യത്തിൽ ഇങ്ങനെ സംശയം ഉണ്ടായാൽ എന്താണ് ആ നിസ്കാരത്തിന്റെ, അല്ലെങ്കിൽ വീണ്ടും പോയി ഉതുർക്കേണ്ടി വരുമോ, എന്താ ചെയ്യാമെന്ന് വിശദീകരിക്കണം. ഉംറയിലും അതുപോലെ നിസ്കാരത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഈ പ്രശ്നം ഒന്ന് വിശദീകരിച്ചിരുന്നു. അസ്സലാമു അലൈക്കും. മൂത്രമൊഴിച്ച് നന്നായി വൃത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തി പിന്നെ ഉദു ചെയ്ത് നിസ്കരിക്കുകയും ചെയ്തു. അതിന്റെ ഇടക്ക് മൂത്രം പുറപ്പെട്ടൊന്നൊരു തോന്നൽ മാത്രം. ഈ തോന്നലിന് പ്രസക്തി ഇല്ലാന്ന്. ഇങ്ങനെയുള്ള ഉദു സുന്നത്ത് നമ്മളേ ഉള്ളൂ. ഉദുവിന്റെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ കാണാം, ഉദു എടുത്തു കഴിഞ്ഞാൽ ഒരു കോരൽ വെള്ളം കയ്യിലെടുത്ത് ഉടുവസ്ത്രത്തിൽ കൊടയണം. നമ്മുടെ ഗുഹ്യഭാഗത്തിന്റെ നേരെ ഉടുവസ്ത്രത്തിൽ കൊടയണം. ഇതിന് കാരണം പറയുന്നു, അത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രത്യേകം കൽപ്പിച്ചതായി ഹദീസിൽ കാണാം. ഇതിന്റെ ഹിക്മത്ത്, അതായത് ഇതിന്റെ തത്വം മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നനഞ്ഞോ, ഇവിടെ ഉറ്റിയോ, അവിടെ ദായോ എന്ന് തോന്നൽ വരാതിരിക്കാൻ വേണ്ടി ഉദു എടുത്തു കഴിഞ്ഞാൽ അല്പം വെള്ളം കയ്യിലെടുത്തിട്ട് ഈ ഉടുമുണ്ടിൽ, ഈ പ്രത്യേകിച്ച് നമ്മളെ ഗുഹ്യഭാഗത്തിന്റെ നേരെ ഉടുമുണ്ടിൽ കൊടയൽ സുന്നത്തുണ്ട് എന്ന്. അപ്പൊ ആ കുടഞ്ഞ വെള്ളം കുടഞ്ഞ കഴിക്കാറും ഉസ്വാസിന് വഴി വെക്കാതിരിക്കുക. അതേ സമയത്ത് പുറപ്പെട്ടു എന്നുള്ള മിക്കവാറും ധാരണ അല്ലെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഉദു രണ്ടാമത് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെ പുറപ്പെട്ടു നിന്ന് ബോധ്യപ്പെട്ടാൽ ഉദു എടുക്കണം. നിസ്കാരത്തിന് ഇടയിലാണ് അങ്ങനെ തോന്നിയതെങ്കിൽ അത് പിന്നീട് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പ് വരികയും ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് വൃത്തിയാക്കിയിട്ട് ചെയ്യണം. അല്ലാത്തടത്തോളം തോന്നലിന് വേണ്ടിയിട്ട് തവാഫായാലും അല്ലാത്ത മറ്റേ നിസ്കാരമായാലും മറ്റേ ഇബാദത്തുകളായാലും അത് പരിഗണിക്കേണ്ടതില്ല. കാരണം അത് വസ്വാസിന്റെ തുടക്കമാണ്. ഈ തുടക്കത്തിന് നമ്മൾ അതിന് പിന്നോട്ട് കൂടെ പോകാൻ തുടങ്ങിയാൽ പിന്നെ ആ വസ്വാസ് നമ്മളെ വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് വസ്വാസിന് വഴിവെക്കണ്ട. ആ വസ്വാസ് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വിഷമമുള്ളവര് നിർബന്ധമായും ഉദു എടുത്തു കഴിഞ്ഞാൽ ഒരല്പം വെള്ളം എടുത്തിട്ട് പാന്റാവട്ടെ അല്ലെങ്കിൽ തുണിയാവട്ടെ എന്താ ധരിച്ചു വെച്ചാൽ അതിൽ ഈ ഉടുമുണ്ട് ഉടുക്കുന്ന ഭാഗത്ത് ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്തായിട്ട് വെള്ളം കുറച്ച് കൊടയിൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ നന്ദിയൊടുക്കും, ആയിക്കോട്ടെ, എന്താ കേട്. അതോടുകൂടി നമ്മൾ ഈ സംശയത്തിന്റെ വഴി പോകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ മാർഗം ചെയ്താൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഉസ്താദ്? പിന്നെ ഉസ്താദിനോട് ആദ്യമായിട്ട് പറയാനുള്ളത്, ഉസ്താദ് ചീത്ത പറയരുത്, ദേഷ്യപ്പെടും ചെയ്യരുത്. പിന്നെ ചോദിച്ച ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇന്നും ആ ചോദ്യം വന്നിട്ടുണ്ട്. അത് അമൽ ചെയ്യാൻ വേണ്ടി ഉസ്താദിനോട് ചോദിക്കുകയാണ്. ഉസ്താദെ, ഞാനിപ്പോ UAE-യിലുള്ളത്. ഈ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് പള്ളിയിൽ ഷാഫി മദ്ഹബ് അല്ലാത്ത ഇമാമുകളാണല്ലോ നിസ്കരിക്കുന്നത്. ആരാണെങ്കിലും ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഈ സമയത്ത് അവർ ഫാത്തിഹ സൂറത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതാതെ നമ്മൾ അവരോട് തുടരുന്ന സമയത്ത് ആ നിസ്കാരം സ്വഹീഹാകുമെങ്കിൽ അതിന് അവരുടെ മദ്ഹബ് നമ്മൾ സ്വീകരിക്കണോ? അത് സംശയം തീർത്തിട്ടൊന്ന് ചെയ്യാനാണ്. ചിലപ്പോ അധിക സമയത്ത് നമുക്ക് റാഹത്ത് കിട്ടുന്നില്ല അവരോട് കൂടി തുടരുമ്പോ. ഇനി അതിന് അങ്ങനെ ശരിയാവണം എന്നുണ്ടെങ്കിൽ അവരോട് മദ്ഹബ് സ്വീകരിക്കണോ, അല്ലെങ്കിൽ ഉളൂവിൽ വ്യത്യാസപ്പെടുത്തണോ, നിയ്യത്തിൽ വ്യത്യാസപ്പെടുത്തണോ? എങ്ങനെയാണ് അതിന്റെ കറക്റ്റായ രൂപം എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. ഉസ്താദ് ദേഷ്യപ്പെടരുത് എന്ന് പ്രത്യേകം പറയുകയാണ്. അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഒറ്റക്ക് നിസ്കരിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ഉസ്താദന്മാരോട് അടിയും കിട്ടിയെന്ന് വരും. അവർക്ക് ഇല്ലേ, തേൻ എടുക്കുമ്പം ചിലപ്പോ ഈച്ചന്റെ കുത്തുകൊള്ളും. അതുപോലെ തന്നെ ചിലപ്പോ
ഈത്തപ്പഴം പറിക്കുമ്പോ ഓലമെന്ന് മുള്ളുത്തും, പനിനീർ പൂ പറിക്കുമ്പോ പന്നീറിന്റെ ചിലപ്പം മുള്ളുണ്ടാവും, ഔത്തും. അതൊക്കെ നീ പറഞ്ഞതാ, മനസ്സിലായില്ലേ? മദ്രസയിൽ പോയിട്ടില്ലേ? പണ്ട് മദ്രസയിൽ പോയപ്പോ ഉസ്താദ് ചിലപ്പോ ദേഷ്യം പിടിച്ചിട്ട് അടിയൊക്കെ തരലുണ്ട്. അതൊരു കുറ്റല്ല. അതൊക്കെ നമ്മളെ തെദീബിന് വേണ്ടിയിട്ട് കുട്ടികൾ നന്നായിക്കോട്ടെ എന്ന നിലക്കാണ് ഉസ്താദന്മാര് ദേഷ്യം പിടിക്കുകയോ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ സന്തോഷിക്കുകയോ വേണ്ട, അതിൽ വെറുക്കൊന്നും വേണ്ട. ഉസ്താദ് വ്യക്തിപരമായ വെറുപ്പ് ഒരു മനുഷ്യനോടും ഇല്ല. പിന്നെ ചിലപ്പോ എന്തെങ്കിലും അദബിന് വിരുദ്ധമായിട്ട് വല്ലതും കണ്ടാല് സ്നേഹപൂർവ്വമുള്ള ഒരു ദേഷ്യം പിടിക്കല്. അടുത്താണെങ്കിൽ കീശീരിയൊക്കെ എന്റെ അടുത്താണെങ്കിൽ അവന്റെ ചെവി പിടിച്ചൊക്കെ ഞാൻ തിരുമ്പും. അതിന് പോകാൻ വിട്ട് UAE-യിലൂടെ ഒരു പള്ളിന്റെ റൂം കുത്തിരുന്ന് കണ്ടായതുകൊണ്ട് ഒരു ധൈര്യം, ആ ചെവി പിടിക്കൂലല്ലോ എന്നുള്ള. അത് ഒക്കെ ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്, തെദീബിന്റെ ഭാഗമാണ്. കുട്ടികൾ നന്നാട്ടെ എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ചിലപ്പോ എന്താക്കിന്ന് വരും, ദേഷ്യം പിടിച്ചു എന്നൊക്കെ വരും. അതിന് നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട. നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല ദേഷ്യം പിടിച്ചത്. നേരത്തെ ആരോ ഒരു കുട്ടികള് ഒരു സ്വലാത്ത് നന്നായിട്ട് അടിച്ച്, അത് വിവരമില്ലാത്തതുകൊണ്ട് നല്ല കാര്യമാണെന്നെ അടിച്ച്, അതിപ്പോ ഇനി പേടിച്ചാത്തും ബാക്കിയില്ല. അതുകൊണ്ട് ഇനി ഉസ്താദിന് അയാളോട് വെറുപ്പുണ്ടോ? ഒരു വെറുപ്പുമില്ല. അതൊക്കെ നിന്റെ പറഞ്ഞ പാട്ടാ. അതായത് പറ്റാത്ത എന്തെങ്കിലും കാണുമ്പം തെദീബിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാര് ചിലപ്പോൾ ശാസിക്കും, ചിലപ്പോൾ ചെറുതായിട്ട് ശിക്ഷിക്കും. അതൊന്നും കുട്ടികളോടുള്ള വെറുപ്പുകൊണ്ടല്ല, സ്നേഹക്കുറവുകൊണ്ടല്ല, മറിച്ച് കുട്ടികൾ നന്നാകാൻ വേണ്ടിയിട്ട് അവരോട് സ്നേഹപൂർവ്വം ചെയ്യുന്ന ചില ശൈലികളാണ്. അതിൽ നിങ്ങൾ പൊറുതിയോടൊന്നും കരുതണ്ട. അത് ദേഷ്യം പിടിച്ചാൽ തന്നെ നിങ്ങൾ കരുതണ്ട. അത് ഉസ്താദ് തെദീബിന് വേണ്ടിയിട്ട് ദേഷ്യം പിടിച്ചതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ വെറുപ്പ് നിങ്ങളോട് ആരോടും ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണല്ലോ, മുത്തഅല്ലിമീങ്ങളാണ്. അവരോട് വെറുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരെ ബഹുമാനിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കിറാമുകളെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പല ഭാഗത്തുനിന്നും വിവരമില്ലാത്ത ആളുകൾ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സമീപിക്കും. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കി അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ ബഹുമാനവും സ്നേഹവും മാത്രമേ നിങ്ങളോടുള്ളൂ. എല്ലാവരോടും നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ വന്ന് കേൾക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നവരോട് സ്നേഹവും ബഹുമാനമേ ഉള്ളൂ. കാരണം ഇൽമു പഠിക്കാൻ ആണല്ലോ വന്നത്. അപ്പൊ പിന്നെ ചിലപ്പോ എന്തിനാ ദേഷ്യം പിടിക്കണമെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. കുട്ടികൾ ഇപ്പൊ നമ്മളെ പ്രിയപ്പെട്ട മക്കള് വികൃതി കാണുമ്പോ ചിലപ്പോ നമ്മൾ ചെവി പിടിച്ച് തിരുമ്പുകയോ തനക്കൊരു മേട്ടം കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ചെറിയ ചുള്ളനെടുത്തിട്ട് ഒരു അടിയൊക്കെ കൊടുക്കും. അതുകൊണ്ട് വെറുപ്പല്ല, സ്നേഹത്തിന്റെ പേരിലാണ് നിങ്ങൾ വെറുപ്പൊന്നും കരുതണ്ട. അപ്പൊ നമ്മളെ മദ്ഹബ് അനുസരിച്ച് ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഷാഫി മദ്ഹബുകാരായിക്കൊണ്ട് തുടരാൻ പറ്റൂല. അതേസമയത്ത് ബിസ്മി ഓതിയണോ ഇല്ലേന്ന് സംശയമാകുന്നതോട് കുഴപ്പമില്ല. ഓതിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇമാമുമാരോട് ഷാഫി മദ്ഹബുകാർക്ക് തുടരാൻ പറ്റില്ല. പിന്നെ തുടരണമെങ്കിൽ എന്ത് വേണം? ആ മദ്ഹബ് അനുസരിച്ച് നമ്മൾ തുടരണം. അതിന് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഇമാമിന്റെ മദ്ഹബ് ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു പോകുന്ന ഷാഫി മദ്ഹബിനെക്കാളും ഉത്തമമായ മദ്ഹബ് അതാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനാണ് മദ്ഹബിനെ തെരഞ്ഞെടുക്കുക, ഇഖ്തിയാർ ചെയ്യാന്നറിയാം. എന്നിട്ട് ആ മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരത്തിന്റെ ഷർത്തുകള്, ഫർളുകള്, നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ എന്നിവ മനസ്സിലാക്കി ആ ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ വരാതെ തുടർന്നെങ്കിലേ ആ മദ്ഹബ് അനുസരിച്ച് തുടരുക എന്ന് പറയുന്നത് പറ്റൂ. നമ്മളെ മദ്ഹബ് അനുസരിച്ച് തന്നെ നമുക്ക് തുടരാ, ഇതൊന്നും വേണ്ട. പക്ഷെ എന്തു വേണം? ഇമാമിന്റെ അടുക്കൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യം വന്നു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടാതിരിക്കണം. അതായത് അയാൾ ബിസ്മി ഓതിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്, എന്നാ പിന്നെ തുടരാൻ പാടില്ല. ഓതിയിട്ട് സംശയമാണ്, എന്നാ കുഴപ്പമില്ലാണ്. അതുപോലെ തന്നെ അയാള് ഒതു എടുത്തതിന് ശേഷം ഗുഹ്യസ്ഥാനം തൊട്ടോ തൊട്ടില്ലെന്ന് സംശയം, അതുകൊണ്ട് കുഴപ്പമില്ല. ഗുഹ്യസ്ഥാനം തൊട്ടതായിട്ട് നമ്മൾ കണ്ടു, എന്നാ തുടരാൻ പറ്റൂല. അതുപോലെ തന്നെ അയാള് ഭാര്യയെ ഒതു എടുത്തതിന് ശേഷം ഭാര്യയെ മറയില്ലാതെ തൊട്ടു എന്ന് നമുക്ക് ഉറപ്പാണ്, എന്നാ അയാളോട് തുടരാൻ നമുക്ക് പറ്റൂല. ഇല്ല, തൊടാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നിസ്കാരം ബാത്തിലാവുന്നതായി പെട്ടതാണ് നെറ്റി പൂർണ്ണമായും മറച്ച് സുജൂദ് ചെയ്യുന്ന സമയത്ത് തീരെ നെറ്റി മറയില്ലാതെ വെച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളോട് തുടരാൻ പാടില്ല. അല്ല, മറ ഉണ്ടെങ്കിൽ കുറെ ഭാഗമൊക്കെ മറയില്ലാത്തുണ്ട്, അപ്പൊ ബാക്കി ഭാഗം എവിടെയെങ്കിലും കുറച്ചൊക്കെ മറയില്ലാതെ തന്നെ സുജൂദിൽ പറ്റിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറ്റുകയും ചെയ്യും. അപ്പൊ ബാത്തിലാവുന്ന കാര്യം ഇമാമിൽ നിന്നിട്ട് ഉണ്ടായി എന്ന് ഉറപ്പായാൽ
ഷാഫി മദ്ഹബുകാരനായിക്കൊണ്ട് അങ്ങനത്തെ ഒരാളോട് തുടരാൻ പറ്റൂല. പിന്നെ രണ്ടാമത്തെ വഴി ആ മദ്ഹബ് സ്വീകരിക്കാനാ. അയാളെ മദ്ഹബ് ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കുകയും ആ മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരത്തിന്റെ ഷർത്ത്, ഫർള്, ബാത്തിലാവുന്ന കാര്യം എന്നിവ മനസ്സിലാക്കുകയും എന്നിട്ട് ഷർത്തും ഫർളും പാലിക്കുകയും ബാത്തിലാവുന്ന കാര്യത്തിൽ നിന്നിട്ട് വിട്ടെടുക്കുകയും ചെയ്തെങ്കിലേ ആ മദ്ഹബ് അനുസരിച്ചുള്ള തുടർച്ച സഹിയാവൂ. അതിന്റെ മുമ്പ് ആദ്യം എന്ത് വേണം? മദ്ഹബ് ഇഖ്തിയാർ ചെയ്യണം. ഇഖ്തിയാർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ മദ്ഹബിനെക്കാട്ടിലും ഈ മദ്ഹബാണ് കൂടുതൽ മെച്ചം, ഉത്തമം എന്ന് നമ്മൾ മനസ്സ് അംഗീകരിക്കണം. അതിനാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, നിയ്യത്തിന്റെ കാര്യത്തിലാണ് ചീത്തരെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എന്നാലും ഈ നിയ്യത്ത് നമ്മൾ ഈ വലിയ ശുദ്ധിയുള്ള ഒരാളൊക്കെ ഇപ്പൊ സാധാരണ വലിയ ശുദ്ധി അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീകൾ അയൽത് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ നമ്മൾ ആ ഒരു അയൽത് കഴിഞ്ഞ് അയൽത് പൂർത്തിയായിക്കണു ആ ഒരു ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കാരൻ രാത്രി പെട്ടെന്ന് എണീറ്റ് കുളിക്കുകയാണ്, ആ ഉദ്ദേശത്തിൽ തന്നെ കുളിക്കണ്ട്. പക്ഷെ നമ്മൾ പ്രത്യേകമായിട്ട് നിയ്യത്ത് കരുതിയിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ പോകേണ്ടതും പ്രവർത്തിക്കേണ്ടതൊക്കെ ആ നേരത്ത് കുളി അല്ലാത്തൊരു സമയമാണ്. കുളിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തിലാണ്. അങ്ങനെ പോയി വെച്ചാൽ കുളിക്കണ നേരത്തോ കുളിക്ക് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിലോ പ്രത്യേകിച്ച് നെയ്യത്തോ ഒന്നും വെക്കാതെ കുളിച്ചാല് അല്ലെങ്കിൽ അങ്ങനത്തെ നെയ്യത്തുമ്മല് ആ ഫർള് വീടോ എന്ന് പറയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മക്കത്തേക്ക് എനിക്ക് ഇവിടെ എളുപ്പമാണ്. യുഎഇക്ക് പോകാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോ മക്കത്തുനിന്ന് കണ്ടാ ഞാൻ ചെവി പിടിച്ച് തിരുമ്പും. ആ പ്രശ്നം ഇവിടുന്നാവുമ്പോ യുഎഇക്കാർക്ക് പേടിച്ചാലില്ല. ഒരു വിസ അയച്ചു തരാൻ എനിക്കവിടെ പോകാൻ കഴിയൂലല്ലോ. അപ്പൊ ഓൾക്ക് അവിടുന്ന് എന്ത് ധൈര്യമായിട്ട് പറയാം. ഏതായാലും ആട്ടെ, നിയ്യത്ത് എന്ന് പറയുന്നത് നമ്മൾ നല്ലോണം മനസ്സിലാക്കാൻ നമ്മൾ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാവുന്നു. ബോധപൂർവം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാവുന്നു നിയ്യത്ത്. നിയ്യത്തിനെ പറ്റി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് അന്നിയ്യത്തു അൽ ഖസ്ദു ബിൽ ഖൽബി, മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കലാണ്. മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കലാണ് അതിനാ നിയ്യത്ത്. അതില്ലാതെ പെലച്ചക്ക് നീച്ചപ്പോ ചോറ് കഴിക്കുക. സാധാരണ ആ സമയത്ത് ചോറ് കഴിക്കലില്ല. അപ്പൊ പെലച്ചക്ക് നീച്ചതും ചോറ് തിന്നതും നോൻപോൽക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് ആർക്കതിരിയാത്ത്. അതിന്റെ പുറമെ നാളത്തെ ഫർളാക്കപ്പെട്ട റമദാനിലും നാളത്തെ നോമ്പ് അല്ലാഹുത്തആലക്ക് വേണ്ടി ഞാൻ നോറ്റുകൂട്ടുന്നു എന്ന് പ്രത്യേകം കരുതേണ്ടതുണ്ടോ? പള്ളിയൊക്കെ പോകുമ്പോ തന്നെ നിൽക്കിരിക്കാനാണ് അറിയാം. അല്ലാതെ പള്ളിയിൽ സൂക്കൊന്നുമില്ലല്ലോ, കച്ചവടത്തിന് പോലല്ലോ. അപ്പൊ പിന്നെ അതിന്റെ പുറമെ നിജത്തിന്റെ ആവശ്യമില്ല. വുദു എടുക്കാൻ കുത്തിരിക്കുമ്പോ ഏതായാലും വുദു എടുക്കാണ്. അല്ലാതെ ഇപ്പൊ എന്തല്ല ഇവിടെ വെള്ളത്തിൽ ചൂടോ തണുപ്പോ അറിയാനല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതിന്റെ പേര് വിചാരം. ഹദീസുൻ നഫ്സ് എന്നാണ് പറയാ. അതിനൊന്നും നിയ്യത്ത് എന്ന് പറയില്ല. ഹദീസുൻ നഫ്സ്. ഹദീസുൻ നഫ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഈ ഇതുണ്ടല്ലോ ശാശ, അതില് ചിലപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ നിൽക്കുമ്പോണ്ട് ഒരു ശൈത്താൻ ഇങ്ങനെ അങ്ങോട്ട് മടിഞ്ഞു ഇങ്ങോട്ട് പോയിട്ടും അങ്ങോട്ട് പായിട്ടും ഇങ്ങോട്ട് പാഞ്ഞിട്ടും ഇങ്ങനെ ഒരു സാധനം നിൽക്കുക. അതിനെന്താ പേര് അറിയാലൊക്കെ എനിക്കറിയില്ല. അത് നിങ്ങൾക്കൊക്കെ തിരിയുള്ളൂ. ഏതായാലും അവിടെ സാധനം ഞാനും കണ്ടിന് അങ്ങനെ നടക്കലാണ്. മനസ്സിലായില്ലേ? ഈ സ്ക്രീനിൽ ഇങ്ങനത് ഒരാളൊന്നും ചെയ്യണ്ട. അത് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അങ്ങേ തലക്കൽ മുട്ടി എന്നതുപോലെ നമ്മളെ ഖൽബിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉണർന്നിരിക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കും. അതിന് പറയാം ഹദീസുൻ നഫ്സ് എന്നാ. ആ അങ്ങനെ അത് പറഞ്ഞോട്ടെ. സ്ക്രീൻ സേവർ എന്നോ എന്തോ എനിക്ക് പേരറിയില്ലെങ്കിലും സാധനം മനസ്സിലായല്ലോ ഇപ്പൊ നിങ്ങൾക്ക്. അത് മതി. അപ്പൊ എന്നതുപോലെ നമ്മളെ ഖൽബിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഉണർന്നിരിക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിന് പറയാ ഹദീസുൻ നഫ്സ്, മനോവിചാരം എന്ന. ഇതിന് നിയ്യത്ത് എന്ന് പറയില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ബോധപൂർവം ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. മതി കേട്ടോ, ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി ആകുമ്പോൾ അത് നമ്മൾ ബോധപൂർവം ചെയ്യണം. അപ്പോൾ ഞാൻ വലിയ അശുദ്ധിയെ ഉയർത്തുകയാണ്, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി കുളിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതി ഉറപ്പിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്താലേ നിയ്യത്താവുള്ളൂ. ളുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുകയാണ് എന്ന് മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കുക എന്ന പ്രവൃത്തി ചെയ്തെങ്കിലേ നിയ്യത്ത് ചെയ്യാവുള്ളൂ. ഫർളിന്റെ കൂട്ടത്തിലാണല്ലോ അത് തന്നെ നമ്മളെ മദ്ഹബിലെ മക്കൾക്ക് മനസ്സിലായോ?
നമ്മൾ നിസ്കാരത്തിലെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളായിട്ടാണ് അല്ലെങ്കിൽ ഫർളുകളൊക്കെ പ്രവർത്തികളാണ്. അത് നാവ് കൊണ്ടുള്ള പ്രവൃത്തിക്ക് കൗലിയായ ഫർദ് എന്ന് പറയും, അവയവങ്ങളെ കൊണ്ടുള്ള പ്രവൃത്തിക്ക് ഫീലിയായ ഫർദ് എന്ന് പറയും, കൽബ് കൊണ്ടുള്ള പ്രവൃത്തിക്ക് കൽബിയായ ഫീൽ. ഒക്കെ ഫീലുകളെ പ്രവൃത്തികളാണ്. അപ്പൊ കൽബ് കൊണ്ട് മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണ് നിയ്യത്ത് എന്നതുകൊണ്ട് ആ പ്രവൃത്തി എന്നവർക്ക് ബോധപൂർവം ചെയ്തെങ്കിലേ നിയ്യത്താവൂ. അല്ലാതെ പറഞ്ഞതിലൊരു അത്താഴത്തിന് എഴുന്നേറ്റപ്പം നോൻപ് വിൽക്കാണ് എന്നറിയാത്തവരുണ്ടാവില്ല, പിന്നെന്തിനാ നിയ്യത്ത്, അതൊരു ബിജാരാണ്, ഹദീസുൻ നഫ്സാണ്. പള്ളിയൊക്കെ പോകുമ്പോൾ നിസ്കരിക്കാനാണെന്ന് അറിയാ, അത് ഹദീസുൻ നഫ്സാണ്. അത് നമ്മളെ മനഃപൂർവ്വമുള്ള പ്രവൃത്തിയല്ല, കൽബ് കൊണ്ടുള്ള പ്രവൃത്തിയാണ് നിയ്യത്ത് എന്നത്. അതെന്താണ്, നമ്മൾ ഇന്ന പ്രവൃത്തി ചെയ്യുന്നു എന്ന് കരുതി ഉറപ്പിക്കലാണ്. ഓക്കെ. ഇപ്പൊ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇഞ്ഞ് ബാർബർ ഷോപ്പിൽ പോയിട്ട് അവിടെ ഉണ്ടാവും തിരിയണൊരു കസാരമൊക്കെ, അയിമ പോയാലേ ഇഞ്ഞ് തിരിയുള്ളൂ, അതിനകത്ത് തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. കേൾക്കുന്നുണ്ടാവില്ലേ ഉസ്താദെ? വക്താകുന്നതിന് മുമ്പ് ജുമാ തുടങ്ങിയാൽ ആ ജുമായിൽ പങ്കെടുത്ത ജമാഅത്തിന് കൂലി കിട്ടുമോ? ഏകദേശം ഒരു 12 മണിക്കാണ് ജുമാ എങ്കിൽ 11:55 തുടങ്ങും. ഞാൻ അവിടെ സൗദിയിലാണ് ഉള്ളത്. അപ്പൊ ആ ജുമായിൽ തുടർന്നാൽ ശരിയാകും. അസ്സലാമു അലൈക്കും. വാക്കുത്താകുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി ഉണ്ടല്ലോ, അത് മറ്റേ കൂലിയാ. എന്താ അറിയോ, പെരടിക്ക് പിടിച്ചിട്ട് മോർച്ചായിൽ 2 കിട്ടും, അതാണ് അതിന് കിട്ടുന്ന കൂലി. വക്ത് കിടക്കാതെ ബാങ്ക് കൊടുക്കലും ഹറാമാണ്, നിസ്കരിക്കലും ഹറാമാണ്. ഹറാമ് ചെയ്താൽ കിട്ടുന്ന കൂലി നല്ലോ മനസ്സിലാവുമല്ലോ, ആ കൂലിയായിട്ട്. വക്ത് കിടക്കാതെ ഖുതുബ ഓതാനും പാടില്ല, ബാങ്ക് വിളിക്കാനും പാടില്ല, നിസ്കരിക്കാനും പാടില്ല. അഥവാ ചെയ്താൽ ആ നിസ്കാരവും സഹിയല്ല, ആ ബാങ്കും സഹിയല്ല, ആ ഖുതുബയും സഹിയല്ല. രണ്ടാമത് ളുഹ്ർ മടക്കി നിസ്കരിക്കേണ്ടതാണ്. ഈ പറഞ്ഞത് മനസ്സിലായപ്പോ ഷാഫി മദ്ഹബ് അനുസരിച്ചും ഹനഫി മദ്ഹബ് അനുസരിച്ചും മാലിക്കി മദ്ഹബ് അനുസരിച്ചും ളുഹ്റിന്റെ വഖത്തിൽ തന്നെ ഖുതുബയും ഓതണം, ബാങ്കും വിളിക്കണം, ജുമാ നിസ്കരിക്കുകയും വേണം. അത് ശർത്താണ്. ളുഹ്റിന്റെ വഖത്ത് കടന്നതിന് ശേഷമേ ബാങ്ക് കൊടുക്കാനും പാടുള്ളൂ, ഖുതുബ ഓതാനും പാടുള്ളൂ, നിസ്കരിക്കാനും പാടുള്ളൂ. അതിന് മുമ്പ് ബാങ്ക് കൊടുത്താലും സഹിയാവൂല, ഹറാണ്. ഖുതുബിലും സലാഹമാണ്, നിസ്കരിച്ചാലും സഹിയാവൂല, ഹറാമാണ്. എന്നാൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് ളുഹാ വഖത്തോട് കൂടി ജുമായുടെ വഖത്ത് പ്രവേശിക്കുകയും അസർ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. സൗദി അറേബ്യയിൽ ഔദ്യോഗികമായി ഹംബലി മദ്ഹബാണ് നടപടി ആക്കി വരുന്നത്. എങ്കിലും അധിക സ്ഥലത്തും എല്ലാ മദ്ഹബ് ബാങ്ക് നേരങ്ങൾ വഖത്തിന്റെ മുമ്പ് തന്നെ ബാങ്ക് വിളിക്കുകയും കൂത്തുടങ്ങും ചിലപ്പോൾ വക്കുന്നതിന് അത് ആ മദ്ഹബ് അനുസരിച്ച് സഹിയാണ്. ആ മദ്ഹബാണ് ശരി എന്ന് തഖ്രീദ് ചെയ്യുകയും അവരുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം സഹിയാകാൻ ആവശ്യമാവുന്ന നിസ്കാരത്തിന് ഷർത്തുകളും ഫർളുകളും പാലിക്കുകയും അവരെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ആ മദ്ഹബാണ് ശരി എന്ന് ഇഖ്തിയാർ ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിൽ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് അതിൽ തുടർന്ന് നിസ്കരിക്കൽ ഹറാമാണ്. അങ്ങനെയുള്ള ജുമാ അല്ലാതെ വേറെ കിട്ടാത്ത സാഹചര്യത്തിൽ ളുഹ്ർ നിസ്കരിക്കൽ വുജൂബാവുന്നു. അപ്പൊ അത് മദ്ഹബ് സംബന്ധമായ ഒരു അഭിപ്രായമാണ്. ഹംബലി മദ്ഹബിൽ ളുഹാ വഖത്ത് മുതൽ ജുമാന്റെ വഖത്ത് കടക്കും, എന്നിട്ട് അസർ വരെ നീണ്ടുക്കും. അപ്പൊ അതനുസരിച്ച് ഓല മദ്ഹബിൽ ഇപ്പോ ളുഹ്റിന്റെ മുമ്പ് തന്നെ ഖുതുബ ഓതി നിസ്കാരം കഴിഞ്ഞാലും ളുഹാ വഖത്തായിട്ടുണ്ടല്ലോ, സഹിയാവും. ആ മദ്ഹബ് തഖ്ലീദ് ചെയ്തവർക്കും സഹിയാവും. ഷാഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് അതിൽ തുടരാനോ ആ നിസ്കാരത്തിൽ പങ്കെടുക്കാനോ പാടില്ല, ഹറാമാണ്. നമ്മൾ ളുഹ്ർ നിസ്കരിക്കുകയാണ് വേണ്ടത്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ ഉസ്താദേ? എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസ്ഥിസ്രാവം അതുണ്ടായി കഴിഞ്ഞാൽ ഒതു മുറിയോ അല്ല അത് വസ്ത്രത്തിലായി കഴിഞ്ഞാൽ അത് ശുദ്ധിയാക്കിയതിന് ശേഷമാണോ നിസ്കരിക്കേണ്ടത്? എന്താ വ്യക്തമാക്കി തരണം. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
വെള്ളപോക്ക് എന്ന് പറയുന്നത് ഗുഹ്യഭാഗത്തിന്റെ ഉൾവശത്ത് നിന്ന് പുറപ്പെടുന്നതായതുകൊണ്ട് അത് പുറപ്പെട്ടാൽ വുദൂഉള്ള സമയത്താണെങ്കിൽ മൂത്രം പുറപ്പെട്ടതുപോലെ തന്നെ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ സ്വന്തം മനിയല്ലാത്ത എന്ത് പുറപ്പെട്ടാലും വുദൂ മുറിയുമല്ലോ. ആ നിലക്ക് വുദൂഉള്ള സമയത്താണ് ഈ വെള്ളപോക്ക് എന്ന് പറയുന്ന സാധനം പുറപ്പെട്ടതെങ്കിൽ വുദൂ മുറിയും. വസ്ത്രത്തിലായാൽ അത് ഉള്ളിൽ നിന്ന് ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് പുറപ്പെട്ട വസ്തു ആയതുകൊണ്ട് അത് നജസാണ്, കഴുകേണ്ടി വരും. അതിൽ റുതൂബത്തുൽ ഫർജ് എന്ന് പറയുന്ന ലൈംഗികോദ്ധാരണത്തിന്റെ ആദ്യ ദശയിൽ അല്ല, ലൈംഗികോദ്ധാരണം ആ ശക്തിപ്പെടുന്ന സമയത്ത് സ്ത്രീകളുടെ ഗുഹ്യഭാഗത്ത് ഉണ്ടാവുന്ന ഒരു കൊഴുത്ത ദ്രാവകം കൊണ്ട് അത് പറയാ റുതൂബത്ത് എന്നാണ്, റുതൂബത്തുൽ ഫർജ് എന്ന് പറയും. അത് ത്വാഹിറാണ്, അത് വിയർപ്പിന്റെ ഹുക്കുമാണ്. അത് ശരീരത്തിലായാൽ അല്ലെങ്കിൽ വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമില്ല, അത് ത്വാഹിറാണ്, വിയർപ്പിന്റെ ഹുക്കുമാണ്. അല്ലാത്ത ഏത് വസ്തുവും മലം മൂത്രം മാത്രമല്ല എന്നതുപോലെ തന്നെ ഗുഹ്യഭാഗത്തിനകത്ത് നിന്ന് പുറപ്പെടുന്ന ഈ വെള്ളപോക്കും നജസാണ്. വസ്ത്രത്തിൽ എവിടെയെങ്കിലും ആയാൽ അല്ലെങ്കിൽ ശരീരത്തിലായാൽ അത് കഴുകണം. വുദൂ ഉള്ള സമയത്താണെങ്കിൽ വുദൂ മുറിയും. അസ്സലാമു അലൈക്കും. നേരത്തെ ചോദിച്ചത് ഇപ്പൊ മുമ്പ് ചോദിച്ച ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. പിന്നെ ഈ അസ്ഥിസ്രാവം പോലുള്ള വിഷയങ്ങള് നിസ്കാരത്തിന്റെ ഇടയ്ക്ക് അതുപോലെ ഈ തവാഫിന്റെ ഇടയ്ക്കൊക്കെ സംഭവിച്ചപ്പോ നമ്മള് വീണ്ടും വൃത്തിയാക്കിയിട്ട് വുദൂ എടുത്ത് ചെയ്യേണ്ടി വരൂലേ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അതന്നെ, നിസ്കരിക്കുന്നതിന്റെ ഇടയിലോ അതല്ലെങ്കിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലോ ഈ അസ്ഥിയുരുക്കം എന്ന് പറയുന്ന, അതിന് പലരും പല പേരാ പറയും. അസ്ഥിയുരുക്കം എന്ന് പറയും, ചിലർ പറയും വെള്ളപോക്ക് എന്നൊക്കെ പറയുന്ന. അത് സ്ഥിരമായിട്ട് നിത്യശുദ്ധിയായ നിലക്ക് എപ്പോഴും അത് അല്പാൽപമായി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇല്ലാത്തൊരു സമയം ഒരിക്കലും കിട്ടുന്നില്ല എന്ന നിലക്ക് മൂത്രവാർച്ച പോലെ നിത്യശുദ്ധിയായിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്ക് കഴുകി കഴുകിയ ശേഷം പഞ്ഞു പോലത്തത് വെച്ച് കെട്ടി വുദൂ ചെയ്ത് വേഗം തവാഫ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേഗം നിസ്കരിച്ചാൽ മതി. അതിന്റെ ഇടക്ക് അല്പാൽപം പുറപ്പെട്ടാൽ അത് അഫ്വ് ചെയ്യപ്പെടും, നിത്യശുദ്ധിക്കാരുടെ ഹുക്കുമാണ്. അതേസമയത്ത് എപ്പോഴെങ്കിലും ഇടവിട്ട് മാത്രം ഉണ്ടാകുന്നതാണെങ്കിൽ അത് മൂത്രമൊക്കെ പുറപ്പെട്ടതുപോലെ തന്നെ അതുകൊണ്ട് വുദൂ മുറിയും. അപ്പൊ അത് പോയി കഴുകി വൃത്തിയാക്കി രണ്ടാമത് വുദൂ എടുത്ത് ബാക്കി ചെയ്യേണ്ടി വരും. അത് തവാഫാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നിസ്കാരാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ സ്ഥിരമായിട്ടൊരു നിത്യശുദ്ധിയായിട്ട് അത് ഇടക്ക് ഇതില്ലാത്തൊരു സമയത്ത് നിസ്കരിക്കാനോ തവാഫ് ചെയ്യാനോ പറ്റാത്ത നിലയ്ക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ നിത്യശുദ്ധിക്കാരാണ്. അപ്പൊ അത് കഴുകി വൃത്തിയാക്കി കെട്ടി തവാഫ് ചെയ്താൽ മതി, അതുപോലെ തന്നെ നിസ്കരിച്ചാലും മതി. അതിന്റെ ഇടക്ക് അല്പമൊക്കെ പുറപ്പെട്ടാൽ അഫ്വ് ചെയ്യപ്പെടും. അങ്ങനെയില്ല, ഇടക്കൊക്കെ ഉണ്ടാവുള്ളെങ്കിൽ അങ്ങനെ പുറപ്പെട്ടാൽ വുദൂ മുറിയും. അവിടെ വെച്ച് നിർത്തിവെച്ച് പോയി രണ്ടാമത് വൃത്തിയാക്കി വുദൂ ചെയ്ത് വന്ന് തവാഫ് ആണെങ്കിൽ ബാക്കി ഭാഗം പൂർത്തിയാക്കുക, നിസ്കാരാണെങ്കിൽ രണ്ടാമത് നിസ്കരിക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം ഇത് മുന്നേറെ ചോദിച്ചോ അറിയില്ല, ഞാൻ ഏതായാലും ചോദിക്കുകയാണ്. ഭാര്യയുടെ മുല കുടിക്കുന്നത് കൊണ്ട് ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ളത് അതിന്റെ നല്ല ആൻസർ കിട്ടിയ വളരെ ഉപകാരം. ഞാൻ കുടിച്ചിട്ടല്ല കേട്ടോ, ഞാൻ കളിയാക്കണ്ടാരും, ഞാൻ ഒരു എല്ലാവർക്കും അറിയാൻ വേണ്ടി ചോദിക്കാണ്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മുൻകൂർ ജാമ്യം കൊടുക്കണ്ട, ഞാനൊക്കെ കുടിച്ചാണ്, നിങ്ങൾ ബേജാറാണ്ട. അതിപ്പോ എന്താ ഒരു പോലെയുള്ള കേസാ? എന്റെ ഭാര്യയുടെ മുലപ്പാല് പലപ്പോഴും ഞാൻ കുടിച്ചാണ്, എനിക്ക് അതുകൊണ്ടൊരു കുഴപ്പമുണ്ടായിട്ടില്ല. നിങ്ങളും അങ്ങനെ കുടിച്ചണെങ്കിൽ ഇപ്പൊ അതിന് ഞങ്ങളൊരു അയപ്പം പറയുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ പോയത്തക്കാരനായി എന്നല്ലാതെത്താ. പക്ഷെ കുട്ടിക്ക് കിട്ടാത്ത നിലക്ക് മുഴുവൻ കുടിച്ചു കണ്ട് കുട്ടീനിടങ്ങാറാക്കരുത് മാത്രം, മനസ്സിലായില്ലേ? കുറച്ചൊക്കെ ഇടക്കൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തമാശക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ലൈംഗിക സല്ലാപത്തിനിടയിലൊക്കെ കുറച്ചൊക്കെ കുടിച്ച് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇസ്ലാം ശരീഅത്തനുസരിച്ച് അതുകൊണ്ട് യാതൊരു വിരോധമില്ല. നിങ്ങൾ വിചാരിച്ചേക്ക് അത്ര കുടിസൊന്നുമല്ല ഇസ്ലാമിന്റെ ശരീഅത്ത്. ഇളവ് ആകാവുന്നിടത്തോളൊക്കെ ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? നമ്മള് അതൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗങ്ങളിൽ പെട്ടതാണ്. അതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി
അങ്ങനെയൊക്കെ ആവാം. അതിലൊന്നും ഇസ്ലാം യാതൊരു വിരോധവും വെച്ചിട്ടില്ല. പിന്നെ മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ 2 വയസ്സ് തികയുന്നതിന് മുമ്പുള്ള കുട്ടികൾ കുടിച്ചെങ്കിലേ മുലകുടി ബന്ധം വരൂ. ഭാര്യയുടെ മുലപ്പാല് ഭർത്താവ് കുടിച്ചു എന്നതുകൊണ്ട് അവരുമായി മുലകുടി ബന്ധം വരൂല. കാരണം ഭർത്താവ് എന്ന് പറഞ്ഞാൽ വലിയൊരു മനുഷ്യനല്ലേ, പ്രായപൂർത്തിയെത്തിയ ആളല്ലേ. അപ്പൊ അതുകൊണ്ട് മുലപ്പാല് മുഴുവനായി തന്നെ അവൻ കുടിച്ചാലും അതുകൊണ്ട് മുലകുടി ബന്ധം വരൂല. അതേ സമയത്ത് 2 വയസ്സ് പൂർത്തിയാകാത്തൊരു കുട്ടി ഒരു ഉമ്മയുടെ മുലപ്പാല് 5 പ്രാവശ്യം ഇടവിട്ട് കുടിച്ചാൽ ആ കുട്ടി ആ സ്ത്രീയുടെ സ്വന്തം മകനായി മാറും. അപ്പൊ പിന്നെ വിവാഹബന്ധമൊക്കെ പോവല്ലോ. നമ്മൾ പറഞ്ഞോടത്ത് അതില്ല. പ്രായപൂർത്തിയെത്തിയ ഒരു ഭർത്താവ് ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചു എന്നതുകൊണ്ട് മുലകുടി ബന്ധം സ്ഥിരപ്പെടൂല. പിന്നെ അതൊക്കെ ഒരു സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ ഹലാലായ സല്ലാപത്തിന്റെയും ഭാഗങ്ങളാണ്. അതിനൊന്നും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. ഒക്കെ സന്തോഷമായിട്ട് നിങ്ങൾ മുൻകൂർ ജാമ്യൊന്നും എടുക്കണ്ട. കീശേരി നിസ്കരിച്ച് വന്നണോ അറിഞ്ഞില്ല. കീശേരി ഇന്നെ പോലെ തന്നെ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇടക്കൊക്കെ എപ്പോഴൊന്നും ഉണ്ടാവില്ല, അതിനത്ര ഉണ്ടാവില്ലേ. കുട്ടികൾ കുടിച്ചിട്ട് ബാക്കി വേണ്ടപ്പത് കുറച്ചൊക്കെ വേണമെങ്കിൽ ആ തമാശക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സല്ലാപത്തിന് സമയത്തോ ഒക്കെ കുടിച്ചാലും ഇപ്പം അലമ്പൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇസ്കു ചിരിക്കുന്നുണ്ട്. ഇസ്കുവിന് ചിരിക്കാൻ ഇസ്കുവിന്റെ പെണ്ണുങ്ങൾക്ക് പാലുണ്ട്. ഇസ്കു ഇപ്പൊ പിന്നാണ് പെണ്ണെട്ടിങ്ങോട്ട് പോന്നിട്ടേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോ പാട്ട് പോകറ്റോ കുറച്ചൊക്കെ കുടിച്ചിരുന്നില്ല, അലമ്പില്ല. ഉസ്താദ് കുടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കുട്ടിനെ പട്ടിണിയാക്കരുത് മാത്രം. അല്ല പിന്നെ നമുക്ക് ടേസ്റ്റ് അറിഞ്ഞ് കുടിക്കാൻ പറ്റുന്ന നേരത്തെ നമ്മള് കുടിക്കാക്ക. പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് അത്രത്തോളം അറിയില്ലല്ലോ. വലുതാവുമ്പോഴല്ലേ ഇപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ശരിക്കും ടേസ്റ്റ് എഫക്ട് ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ നമ്മളത് വേറെ എവിടെയും പോയല്ലേ കുടിച്ചു അവനാന്റെ അല്ലേ. അപ്പം കുടിച്ചിന് ഉസ്താദേ അതിന്റെ ടേസ്റ്റ് ഒക്കെ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ ഇപ്പൊ ഉസ്താദ്മാർ ഇങ്ങനെ ധൈര്യം പറയുമ്പോൾ നമുക്ക് എന്തിനാ പേടിക്കണത്? ഇതുപോലൊക്കെ കേൾക്കണമുണ്ടല്ലോ. നമുക്ക് അടിയിട്ടെന്നുള്ള പേടിയൊന്നുമില്ല. നമുക്ക് തെളിവ് പറയാലോ, സനത് ഉണ്ടല്ലോ ഇതിനൊക്കെ. അപ്പൊ അതൊക്കെ കുടിച്ചു നോക്കണം. ഇഷ്കു ഇപ്പൊ അതിനിപ്പോ അത് അവിടെ പോയി പോന്നിട്ടോ എർത്ത് കൂടെ ഒക്കെ പോയി പോന്നിട്ടോ അനുഭവിച്ചിട്ട് ശരിക്കും ഇനി എന്തെല്ലാം അനുഭവിക്കാണ്ട് ഇസ്കുന്. അതൊക്കെ ഒരു സംഗതിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ചോദ്യത്തിലേക്ക് പോവാം. ഒരു ചോദ്യം ഉംറക്ക് പോയാൽ തവാഫിന് ശേഷം അവിടെയുള്ള സുന്നത്ത് നിസ്കാരം സ്ത്രീകൾക്ക് സുന്നത്തുണ്ടോ? അതേപോലെ തന്നെ പിന്നെ മസ്ജിദുൽ നബവിയിൽ പച്ച മുസല്ലയിലും നിസ്കരിക്കൽ സുന്നത്തുണ്ടോ എന്നാണ് ചോദ്യം. നമ്മൾക്ക് വിട്ടു. പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ തവാഫ് ചെയ്യണമെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കണമല്ലോ. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് തവാഫ് ചെയ്തു കഴിഞ്ഞാൽ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് എന്ന നിരക്ക് പള്ളിയിൽ സുന്നത്ത് നിസ്കരിക്കൽ അന്യപുരുഷന്മാരുമായി ഇടകലരാതെ സൗകര്യമുണ്ടെങ്കിൽ സ്ത്രീകൾക്കും സുന്നത്ത് അവിടെ വെച്ച് നിസ്കരിക്കൽ തന്നെയാണ്. മസ്ജിദുൻ നബവിയിൽ സിയാറത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ ചെന്നാൽ പള്ളിയിൽ കയറിയാൽ തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് എന്ന നിലക്ക് നിസ്കരിക്കൽ സ്ത്രീകൾക്കും സുന്നത്താണ്. അല്ലാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മസ്ജിദുൻ നബവിയിൽ പോകലോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മസ്ജിദുൽ ഹറാമിൽ പോകലോ സ്ത്രീകൾക്ക് സുന്നത്തില്ല. അവർക്ക് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറ്. അത് മസ്ജിദുൽ ഹറാമും പെട്ട് മസ്ജിദുൻ നബവിയും പെട്ട്. പക്ഷേ പള്ളിയിൽ പോയത് തവാഫിന് വേണ്ടിയിട്ടാണ് മസ്ജിദുൽ ഹറാമിൽ പോയത്. തവാഫ് ചെയ്താൽ തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കണം. ആ സുന്നത്ത് അവർക്കുണ്ട്. ഞാൻ അല്ലെങ്കിൽ തവാഫിന് പോകുന്ന സമയത്ത് തൽക്കാലം തവാഫ് തടയപ്പെട്ട സമയമാണ്, എന്നാ തഹിയ്യത്തിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചു, അതും സുന്നത്ത് തന്നെ. അപ്പൊ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടോ ഫർദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടോ സ്ത്രീകൾ മസ്ജിദുൽ ഹറാമിലേക്കോ മസ്ജിദുൻ നബവിയിലേക്കോ പോകൽ സുന്നത്തില്ല. തവാഫിന് പോവാ, തവാഫിന് പോയപ്പം തവാഫിന്റെ സുന്നത്ത് അവിടെ നിസ്കരിക്കാം. എന്നതുപോലെ മദീന ഷരീഫിൽ സിയാറത്തിന് പോകാം. ആ സിയാറത്തിന് പോകുന്ന സമയത്ത് പള്ളിയിൽ കയറിയ തഹിയ്യത്ത് നിസ്കരിക്കുക, അത് സ്ത്രീകൾക്കും നിസ്കരിക്കൽ സുന്നത്താണ്. അല്ലാതെ നിസ്കരിക്കാൻ വേണ്ടി പോകൽ സുന്നത്തില്ല. പോയാൽ തഹിയ്യത്ത് നിസ്കരിക്കലും തവാഫ് ചെയ്താൽ തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കലും സുന്നത്ത് തന്നെ. കേൾക്കുന്നുണ്ടല്ലോ. അത് 2 കുല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ കറക്റ്റ് എത്ര ലിറ്ററാണ്? അതൊരു ചോദ്യം. പിന്നെ ഈ നിസ്കാരത്തിൽ ഒരാൾ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി എന്ന് ചൊല്ലിയാൽ നിസ്കാരം ബാത്തിലാവോ? ആ ദുആ നിസ്കാരത്തിൽ പറ്റുമോ? ഇതറിയാൻ വേണ്ടിയിട്ടാണ്. മൈക്കരുത്. ഒന്നാമത്തെ മറന്നുപോയി.
നിസ്കരിക്കുന്ന ഒരാള് നിസ്കാരത്തിന്റെ ഇടയിൽ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി എന്ന ദുആ ചെയ്താൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവോ? അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. മനസ്സിലായില്ലേ? അതേ സമയത്ത് ഫാത്തിഹന്റെ ഇടയിൽ അത് വന്നാൽ ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയും, ഫാത്തിഹ രണ്ടാമതും അടക്കി ഓതേണ്ടി വരും. അതല്ലാത്ത സുജൂദിന്റെ സമയത്തോ അത്തഹിയാത്തിലെ ദുആയിലോ തുടങ്ങിയ ദുആഇന്റെ സന്ദർഭങ്ങളിൽ അത് ചൊല്ലിയാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. അത് ദുആ തന്നെയാണ്. നല്ല കൃത്യമായ ദുആണ്. യാ റബ്ബി, രക്ഷിതാവായ അല്ലാഹുവേ, ബിൽ മുസ്തഫ, മുസ്തഫായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ബല്ലിഗ് മഖാസിദന, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിച്ചു തരണമേ. വഗ്ഫിർ ലനാ മാ മളാ, ഞങ്ങൾ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. യാ വാസിയൽ കറമി, വിശാലമായ ഔദാര്യത്തിന്റെ ഉടമയായ റബ്ബേ എന്നുള്ള റബ്ബിനോടുള്ള ദുആ ആണ്. പടപ്പുകളോട് നേരിട്ട് അഭിസംബോധന ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ദുആ ചെയ്യുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. പിന്നെ ആദ്യത്തെ 2 കുല്ലത്ത് എന്ന് പറഞ്ഞാല് ഏകദേശം 195 ലിറ്റർ കഷ്ടിച്ചു വരും. 195 ഇല്ലല്ലേ, 190 എന്ന് പറഞ്ഞവരും ഉണ്ട്. 91ന്റെ അടുത്ത്, അഥവാ 90. 195 ലിറ്റർ ആയിക്കോട്ടെ, എന്നാൽ നല്ലോണം ഉണ്ടാവും. 190ന്റെ മേലെ ഉണ്ടെങ്കിൽ 2 കുല്ലത്ത് വരും എന്നാണ് പറയാ. മനസ്സിലായില്ലേ? ഇപ്പൊ 190, 500 എന്നാണ് വളരെ കൃത്യമായി കണിശമായി പറഞ്ഞ ആളുകൾ പറഞ്ഞത്. അപ്പൊ 191 ഉണ്ടായാൽ ശരിയായി. അപ്പൊ നമ്മളെ വലിയ ഈ പച്ച ക്യാനുകളൊക്കെ അല്ലേ 200 ലിറ്ററും 250 ലിറ്ററും ഒക്കെ കൊള്ളുന്ന ക്യാനുകൾ, വലിയ അങ്ങനത്തെ ഒരു ക്യാന് വെള്ളം ഉണ്ടെങ്കിൽ 2 കൊല്ലത്തുണ്ടാവും എന്നർത്ഥം. ഏകദേശം 191. നല്ലോണം സൂക്ഷ്മതക്ക് വേണ്ടിയാണെങ്കിൽ 195 ആയിക്കോട്ടെ, എന്നാ പിന്നെ കുറച്ച് ഏറിക്കോളും, കുറയില്ല. അടുത്ത ചോദ്യം ഉസ്താദേ, പിന്നെ നിവൃത്തികേട് കൊണ്ട് ഒരു വഹാബിയായ ഒരു ഇമാമിനെ പിന്തുടർന്ന നിസ്കരിക്കുന്നു. ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് മൈക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഓഫീസിലുള്ളതെന്ന് അറിയിക്കുന്നുണ്ട്. മൈക്ക് വിട്ടു. വഹാബികൾ നമ്മളെ നാട്ടിലെ വഹാബിയാണെങ്കിൽ തുടരാൻ പറ്റൂല. കാരണം നിസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ ഓൻ അറിയില്ല ഞാൻ നിസ്കരിക്കാനാണ്, പള്ളിയിൽ പോകുമ്പോൾ തന്നെ അറിയില്ല ഓന് നിസ്കരിക്കാൻ, പിന്നെ എന്തിനാ നിയ്യത്ത്? ഉദു കൊടുക്കുമ്പോൾ തന്നെ അറിയില്ല ഓൻ ഉദു കൊടുക്കുകയാണ്, പിന്നെ എന്തിനാ നിയ്യത്ത് എന്ന് പറയുന്ന കൂട്ടരാണ്. അപ്പൊ അവര് നിയ്യത്തുണ്ടാവുമോ എന്ന് ഉറപ്പില്ല. നിയ്യത്തില്ലാഞ്ഞാൽ ഉദുവും സഹിയാവൂല, ജനാപത്തൂടിയും സഹിയാവൂല, നിസ്കാരവും സഹിയാവൂല. അങ്ങനത്തെ ആളോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരവും സഹിയാവൂല. അവിടെ പ്രശ്നം. അതേ സമയത്ത് ഗൾഫിലൊക്കെ ഉള്ള വഹാബികള് ഫിഖ് മദ്ഹബ് സ്വീകരിക്കും. ഹംബലി മദ്ഹബാണ് ഇവിടത്തെയൊക്കെ വഹാബികൾ സ്വീകരിക്കുന്നത്. അഖീദയിൽ ഒരു ദിവസം ചെയ്യാൻ പാടില്ല, ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഫിഖിൽ ഹംബലി മദ്ഹബ് സ്വീകരിക്കും. ഹംബലി മദ്ഹബ് അനുസരിച്ച് നിയ്യത്ത് ഷർത്താണ്, ഫർളല്ലെങ്കിലും. അപ്പൊ അങ്ങനത്തെ ആളുകളോട് തുടരുന്നതിന് കുഴപ്പമില്ല. കഴിയുന്നതും അത് ഒഴിവാക്കലാണ് നല്ലത്. വേറെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ തുടരുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്ന നിലക്ക് ഉള്ള ഫിഖിയായി വ്യക്തമായി നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പാടില്ല. ഇല്ലെങ്കിൽ തുടർന്നാൽ ജമാഅത്തിന്റെ 27 ദർജ കിട്ടൂലെങ്കിലും നിസ്കാരം സഹിയാവും. അതേസമയത്ത് നമ്മളെ നാട്ടിലെ വഹാബികളോട് തുടരുകയാണെങ്കിൽ ഇറ്റങ്ങളെ പേടിക്കണം. കാരണം ജനാബത്ത് കുടിച്ചപ്പോൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഉദൂർത്തപ്പോൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവില്ല, അതിന്റെ പുറമെ നിൽക്കുമ്പോൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസുൻ നഫ്സ് കാരണം ഈ മനോവിചാരേ ഉണ്ടാവുള്ളൂ. മനോവിചാരം കൽബ് കൊണ്ടുള്ള ഒരു മനഃപൂർവ്വമുള്ള പ്രവൃത്തി അല്ലാത്തത് കൊണ്ട് അത് അമലായി സ്വീകരിക്കപ്പെടൂല, നിയ്യത്ത് ഉണ്ടാവില്ല. അങ്ങനെ വന്ന നമസ്കാരം സഹിയാവൂല. അങ്ങനൊന്നുമില്ല. ഫിഖിലൊക്കെ മദ്ഹബൊക്കെ സ്വീകരിച്ച് അമൽ ചെയ്യുന്നവരാണ്. ബാഹ്യമായ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ തുടരുന്നത് കൊണ്ട് കുഴപ്പമില്ല, നിസ്കാരം സഹിയാവും. ബാങ്ക് കൊടുക്കാനായി സമയം. ഇനി ഉമർ മക്കയൊക്കെ ഉണ്ട് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇന്ന് പറഞ്ഞാല് ബാങ്ക് കൊടുത്തിട്ടേക്കാരം പറച്ചിൽ. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ദയവ് ചെയ്ത് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഹലോ,
അതൊന്നുമല്ല. അല്പം മനിയെ ഉറപ്പെട്ടാൽ തന്നെ 2 കൊല്ലത്തിൽ താഴെയുള്ളതിനാണല്ലോ നമ്മൾ അല്പം എന്ന് പറയാ. കുറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിൽ താഴെയുള്ളത്, അധികരിച്ചത് എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തുള്ളത്. അപ്പൊ 2 കൊല്ലത്തൊക്കെ അൽബിസക്കാഫിയൊക്കെ സാധാരണ പറയണത് വെറുതെ ചെറുക്കിനും അറിയല്ല. കുറഞ്ഞത് തന്നെ 2 കൊല്ലത്തിൽ താഴെ. കുറച്ചൊക്കെ മനിയെ ഉറപ്പെട്ട കുളിക്കേണ്ടതില്ല എന്ന് പറയുന്ന സ്വന്തം മുത്തലഖ് മുജ്തഹിദ് ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിക്കുന്ന, അതിന്റെ പുറമെ കുളിച്ചാൻ പോകുമ്പോൾ തന്നെ അറിയില്ല കുളിക്കുകയാണെന്ന്. പിന്നെ എന്തിനാ നിയ്യത്ത് എന്ന് ചോദിക്കണോല് ജനാപത്തുണ്ടായിട്ട് കുളിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ തന്നെ നിസ്കരിക്കാനാന്ന് അറിയില്ലേ എന്ന് അറിയണവര് പിന്നെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവില്ല. നിയ്യത്ത് എന്നത് കൽബ് കൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് അൽ ഖസ്തുബിൽ കൽബ്, കരുതി ഉറപ്പിക്കലാണ് മനസ്സുകൊണ്ട് എന്ന് പറയുന്നത് ചെയ്യാത്തോടത്തോളം ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിക്കുക. ബാക്കി ചോദ്യകർത്താക്കളൊക്കെ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ആരാണ്? ഒരു സഹോദരൻ എന്റെ കുട്ടി ഹോസ്പിറ്റലിലാണ്, പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാള് എന്റെ മൂത്തച്ഛൻ ഇന്നലെ മരണപ്പെട്ടു, ഇന്നലെ ഉമ്മാന്റെ ആണ്ടുമായിരുന്നു, അങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ദുആ ചെയ്യാനൊന്നും അർഹരല്ലെങ്കിലും ഇൽമിന്റെ മജ്ലിസാണല്ലോ. ആ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും നല്ല ഉദ്ദേശത്തോടു കൂടി ഇൽമു പഠിക്കാൻ വന്ന കുറെ ആളുകളുണ്ട്. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ടും അല്ലാഹു തആല ആ രോഗിയായ ആശുപത്രിയിലുള്ള ആ കുട്ടിയുടെയും അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും രോഗം അല്ലാഹു തആല പൂർണ്ണമായി ശിഫ നൽകി ആഫിയത്ത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ട ഒരു സഹോദരന്റെ മൂത്തച്ഛൻ മരണപ്പെട്ട അദ്ദേഹത്തിന്റെയും മരണപ്പെട്ട ഉമ്മയുടെ ആണ്ടാണ് ആ ഉമ്മയുടെയും ഒക്കെ ആഖിറം അല്ലാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല അവന്റെ മഹളായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ആഖിറം അല്ലാഹു തആല സന്തോഷത്തിലാക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നമുക്കും ഒരുമിച്ച് കൂടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റ് മഹാന്മാരുടെയും കൂടെ ഒരുമിച്ച് കൂടി റബ്ബിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം അവർക്കും നമുക്കും അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ വിവരമില്ലാത്ത സാധുക്കളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നുപോയവരാണ്. നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നടപടികളും സ്വഭാവങ്ങളും നീ